Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1997 റിലീസായ ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രണയ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും ഉത്തരം പറയുന്ന ഒരു ചിത്രമാണ് ടൈറ്റാനിക്. ലോകത്തിൽ ഇന്നേ വരെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കളക്ഷൻ നേടിയിട്ടുള്ള 4ാമത്തെ ചിത്രമാണ് ടൈറ്റാനിക്. നമ്മൾ മാർവൽ സിനിമ കാണാൻ പോകാറുള്ളത് അതൊരു മാർവൽ ചിത്രമാണെന്ന പേരുകൊണ്ടാണ്. പക്ഷെ ഒരു ഡയറക്ടറിന്റെ പേര് പറഞ്ഞ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഡയറക്ടറിന്റെ റേഞ്ച് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ലോകത്തിലെ ഏറ്റവും കളക്ഷൻ കിട്ടിയ 1ാമത്തെ സിനിമയാണ് അവതാർ. 2ാമത്തെ സിനിമയാണ് നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. 3ാമത്തെ സിനിമയാണ് അവതാർ ദി വേ ഓഫ് വാട്ടർ. 4ാമത്തെ സിനിമയാണ് ടൈറ്റാനിക്. ഈ 4എണ്ണത്തിൽ എൻഡ് ഗെയിം ഒഴിച്ച് ബാക്കി 3 ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആളുടെ റേഞ്ച് ഏകദേശം മനസ്സിലായി കാണും. അദ്ദേഹത്തിന്റെ പേരാണ് ദി വൺ ആൻഡ് ഓൺലി ജെയിംസ് കാമറൂൺ. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് നേരെ സ്റ്റോറിയിലേക്ക് പോകാവുന്നതാണ്. 2023 ഫെബ്രുവരിയിൽ ഈ ചിത്രം ഒന്നുകൂടി റീ റിലീസ് ചെയ്തു. ഈ പടമൊന്നും ഇന്നത്തെ കാലത്ത് ഓടില്ലെന്ന് കുറെ പേര് പറഞ്ഞു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സമയത്ത് ഇറങ്ങിയ പല പടങ്ങളെയും വെട്ടിച്ചുകൊണ്ടാണ് ടൈറ്റാനിക് മില്യണുകൾ വാരികൂട്ടിയത്. അതും 25 വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്തപ്പോൾ ഈ പറയുന്ന ഞാനും ടൈറ്റാനിക് വീണ്ടും കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയിരുന്നു. അവിടെയുള്ള എല്ലാവരും ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെയാണ് വന്നത്. പക്ഷെ ഞാൻ മാത്രം ഒരു മോൺസ്റ്ററിനെ പോലെയാണ് തിയേറ്ററിലേക്ക് കയറി ചെന്നത്. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. അതെ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചെന്നത്, ഒരു മോൺസ്റ്ററിനെ പോലെ. ടൈറ്റാനിക് 1997 ഇറങ്ങുന്ന സമയത്ത് അതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും ചെലവ് കൂടിയ ചിത്രമായിരുന്നു. ഏകദേശം 200 മില്യൺ ചെലവാക്കി നിർമ്മിച്ച ടൈറ്റാനിക് എന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് വെറും മില്യണുകളല്ല, $2.2 ബില്യൺ ആണ്. അത് മാത്രമല്ല 11 ഓസ്കാർ അവാർഡുകളും ഈ പറയുന്ന ടൈറ്റാനിക് നേടിയിട്ടുണ്ട്. ഈ ചിത്രത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ട 2 പേരുകളാണ് റോസും ജാക്കും. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ലിയനാർഡോ ഡിക്കാപ്രിയോയും കേറ്റ് വിൻസ്ലെറ്റുമാണ് ഈ റോളുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും ഈ സിനിമയിൽ കൂടെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രശസ്തരായി മാറി. പക്ഷെ അത് വെറുതെയില്ല, ഇവർക്ക് രണ്ടുപേർക്കും കുറെ കാലം കഴിഞ്ഞ് ഓസ്കാർ അവാർഡുകൾ കിട്ടി. അത്രയും നല്ല ആക്ടേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. അത് പിന്നെ അങ്ങനെയാണല്ലോ. ആക്ടിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ലിയനാർഡോ ഡിക്കാപ്രിയോയുടെ പേര് എങ്ങനെ പറയാതിരിക്കും. ഇപ്പൊ 2024 ഇതുവരെ നിർമ്മിച്ച ചിത്രങ്ങളിൽ ഏറ്റവും ചെലവേറിയ ചിത്രത്തിന് ആവശ്യം വന്നിരിക്കുന്നത് ഏകദേശം 400 മില്യൺ ആണ്. അപ്പോഴാണ് 1997 200 മില്യൺ മുടക്കി ജെയിംസ് കാമറൂൺ ഈ ചിത്രം പിടിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി അങ്ങേര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇതിൽ ഓരോ ഫ്രെയിംസും ഓരോ ഡീറ്റെയിൽസും അത്ര മനോഹരമാണ്. സ്റ്റോറിയുടെ കാര്യം പിന്നെ പറയണ്ട, നിങ്ങളൊക്കെ ഇന്ന് കരഞ്ഞിട്ട് പോകും. കാരണം തീർച്ചയായിട്ടും ഈ കഥ ഒരു ഹാപ്പി എൻഡിങ് തരുന്ന സ്റ്റോറി അല്ല. അതുകൊണ്ട് തന്നെയാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന ചിത്രം എല്ലാവരുടെ മനസ്സിൽ ഇന്നും ഒരു വേദനയായിട്ട് കിടക്കുന്നത്. ഈ പടത്തിനെ പറ്റി ഞാൻ ഇത്രയും ബിൽഡപ്പ് ഒക്കെ തന്നു. പക്ഷേ ടൈറ്റാനിക് എന്ന് പറയുന്ന ശരിക്കുമുള്ള ഷിപ്പിനെ പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. 1912 ടൈറ്റാനിക് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് യാത്ര ആരംഭിക്കുന്നത്. അന്ന് വരെ നിർമ്മിച്ചിട്ടുള്ളത് വെച്ച് ഒരുപാട് ചെലവേറിയതും, അതായത് ഇന്നത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 100 മില്യണിലധികം രൂപ ചെലവാക്കി നിർമ്മിച്ച ഒരു കപ്പലാണ് ടൈറ്റാനിക്. 1912 വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാസഞ്ചർ ഷിപ്പായിരുന്നു ടൈറ്റാനിക്. ഏകദേശം 2224 പേരാണ് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് 1912 ഏപ്രിൽ 10 യാത്ര ആരംഭിച്ചത്. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ദ ഷിപ്പ് ഓഫ് ഡ്രീംസ്, അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ കപ്പൽ, ദൈവത്തിന് പോലും മുക്കാൻ സാധിക്കാത്ത കപ്പൽ, ഇങ്ങനെയൊക്കെയാണ് ടൈറ്റാനിക്കിനെ പറ്റി എല്ലാവരും പറഞ്ഞിരുന്നത്. ഇത്രയോ ആഡംബരമുള്ള പേര് കേട്ടൊരു ഷിപ്പിൽ കയറാൻ ആരായാലും കൊതിച്ചു പോകും. പക്ഷെ അന്ന് യാത്ര ചെയ്തവരിൽ ഭൂരിഭാഗം പേർക്കും ഭാഗ്യം ഉണ്ടായിരുന്നില്ല. വെറും 4 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ഏപ്രിൽ 14 ഒരു മഞ്ഞുമലയിലിടിച്ച് ടൈറ്റാനിക്കിലേക്ക് വെള്ളം ഇരച്ച് കയറാൻ തുടങ്ങി. അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ ആ കപ്പൽ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. 2224 പേരിൽ 1500ഓളം പേർ മരിച്ചു. വെറും 700ഓളം പേര് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. ഇതൊരു പ്രണയകഥ മാത്രമല്ല, ഇതൊരു ദുരന്ത കഥ കൂടിയാണ്. ലോകം കണ്ടത് വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. ഇതൊക്കെ എല്ലാവർക്കും നേരത്തെ അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് ഓരോ വട്ടം കാണുമ്പോഴും അതിന്റെ ആ ഫ്രഷ്നെസ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതാണ് നമ്മളെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. 2023 ടൈറ്റൻ എന്ന് പറയുന്ന ഒരു ചെറിയ മുങ്ങിക്കപ്പലിൽ കയറി കുറച്ച് പൈസക്കാർ ചേർന്ന് കടലിന്റെ അടിയിലേക്ക് ഒരു യാത്ര നടത്തി. അവിടെ സമാധാനമായിട്ട് മുങ്ങി കിടക്കുന്ന ടൈറ്റാനിക് ഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ആ 4-5 പേര് കൂടി ചേർന്ന് പോയത്. അങ്ങനെ 100 വർഷത്തിന് മുന്നേ കടലിൽ മുങ്ങിത്താഴ്ന്നു പോയി ഈ കപ്പൽ കാണാൻ വേണ്ടി അവരങ്ങോട്ട് യാത്ര തുടങ്ങി. പക്ഷെ പിന്നെ അവരാരും തിരിച്ചു വന്നിട്ടില്ല. താഴേക്ക് പോകും തോറും ഇവര് പോയ ടൈറ്റൻ ഷിപ്പിന്റെ മേലുള്ള വെള്ളത്തിന്റെ പ്രഷർ ഒരുപാട് അധികം കൂടി. ഇവര് കാര്യമായിട്ട് സേഫ്റ്റി ഒന്നും നോക്കാതെ ഒരു തരികിട സെറ്റപ്പിലാണ് കടലിന്റെ അടിയിലേക്ക് പോയത്. അതുകൊണ്ട് കുറെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പോയ ഷിപ്പ് ഉള്ളിലേക്ക് പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ ഒരു ഇംപ്ലോഷൻ സംഭവിച്ചു. എന്തായാലും അവരാരും മരിക്കുന്ന സമയത്ത് വേദന അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം വെള്ളത്തിന്റെ പ്രഷർ കാരണം ഈ കപ്പൽ ഉള്ളിലേക്ക് പൊട്ടിത്തെറിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ് അല്ല, ഒരു കണ്ണ് ചിമ്മാൻ എടുക്കുന്ന സമയമല്ല, അതിനേക്കാൾ എത്രയോ കുറവാണ് അത് നടക്കാനായിട്ട് ആവശ്യം വന്ന സമയം. അതായത് നമുക്ക് ചിന്തിക്കാനാവുന്നതിലും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് അവരെല്ലാവരും മരിച്ചുപോയത്. ഇവര് സേഫ്റ്റി നോക്കാതെ പോയത് മാത്രമല്ല അവരുടെ മരണത്തിന് കാരണം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാശിന്റെ കഴപ്പാ.
അതെ, ചുരുക്കി പറഞ്ഞ അത്രേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് ഇവരെ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക് ഷിപ്പ് കാണാൻ വേണ്ടി പോയത്? അത് പണ്ടുണ്ടായിരുന്ന ഒരു വലിയ കപ്പലാണെന്നത് കൊണ്ടാണോ, അതോ കുറെ പേര് മുങ്ങി മരിച്ചു പോയൊരു സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. അവരത് കാണാൻ പോയതിന്റെ പിന്നിൽ ടൈറ്റാനിക് എന്ന് പറയുന്ന ഈ ചിത്രത്തിന്റെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാവും. അവരതിൽ കണ്ട കഥാപാത്രങ്ങൾ, ആ കഥ, ഇതൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ ടൈറ്റാനിക് കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന ചിത്രം ഒരു മഹാസംഭവമാണ്. ആ ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം കളയാതെ, ആക്ച്വലി ഒരുപാട് സമയം പോയി, എന്നാലും നിങ്ങൾക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയില്ലേ? അത് മതി. അപ്പോൾ സമയം കളയാതെ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു മുങ്ങിക്കപ്പലാണ് കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കടലിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോയ ടൈറ്റാനിക് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ടൈറ്റാനിക്കിൽ നിന്ന് എന്തൊക്കെയോ കണ്ടെത്താൻ വേണ്ടിയാണ് മിസ്റ്റർ ബ്രോക്കും അവന്റെ ടീമും കൂടി ഒരു മുങ്ങിക്കപ്പലിൽ കയറി കടലിന്റെ അടിയിലേക്ക് ചെന്നിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ബ്രോക്ക് ടൈറ്റാനിക്കിന്റെ ഒരു വീഡിയോയും തയ്യാറാക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ വട്ടമൊന്നുമല്ല ബ്രോക്ക് ടൈറ്റാനിക് കാണാൻ വേണ്ടി കടലിന്റെ അടിത്തട്ടിലേക്ക് വന്നിരിക്കുന്നത്. കുറെ വട്ടം വന്നെങ്കിലും അവൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അവൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ബ്രോക്കും ടീമും ടൈറ്റാനിക്കിന്റെ ഓരോ മുക്കിലും മൂലയിലും ചെന്ന് പെട്ടെന്ന് പോലെ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ കടലിന്റെ അടിയിൽ കിടന്ന് ദ്രവിച്ചു പോയ ഒരു പഴയ കപ്പലിന്റെ അവശിഷ്ടം മാത്രമാണ് അവർക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ബ്രോക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ്. എല്ലാ തവണയും ടൈറ്റാനിക് നോക്കി വരുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവാറുണ്ട്. ഒരു പ്രേതക്കപ്പൽ കാണുന്ന പോലെയാണ് ഓരോ വട്ടവും ടൈറ്റാനിക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. 1912 ഏപ്രിൽ 15 പുലർച്ചെ കടലിന്റെ അടിത്തട്ടിലേക്ക് പതിച്ച ഈ കപ്പൽ കാണുമ്പോൾ മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ഈ മഹത്തായ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. എന്റെ പൊന്നു ബോസെ, നിങ്ങൾ കവിത എഴുതാൻ പോവാണോ? ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു? അങ്ങനെ ടൈറ്റാനിക്കിന്റെ ഓരോ മുക്കിലും മൂലയിലേക്കും അവരുടെ വാഹനങ്ങൾ ചെല്ലാൻ തുടങ്ങി. അവരവിടെയൊക്കെ ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും 6ാമത്തെ തവണ ടൈറ്റാനിക്കിനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2 മൈൽ അടിയിൽ, അതായത് 3821 മീറ്റർ താഴ്ചയിലാണ് ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത്. ഇവിടെ അടിയിൽ മുകളിൽ നിന്ന് വരുന്ന ജലത്തിന്റെ പ്രഷർ ഒരുപാടാണ്. ഈ വാഹനത്തിന്റെ ജനലുകൾക്ക് 9 ഇഞ്ച് കനമുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും ഇതൊന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി മരിക്കാൻ 2 മൈക്രോ സെക്കൻഡ് പോലും വേണ്ടിവരില്ല. ചുരുക്കി പറഞ്ഞ നമ്മൾ കണ്ണടയ്ക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തിന്റെ 1,000,001 സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്റെ പൊന്നു ബോസ്, നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ വട്ടവും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. നമ്മൾ തെരഞ്ഞു വന്ന സാധനവും കിട്ടുന്നില്ല, എന്നാൽ പിന്നെ പേടിപ്പിക്കാതെങ്കിലും ഇരിക്കാൻ പറ്റില്ലേ? ഞാൻ ശരിക്കുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ സേഫ്റ്റി നോക്കി വന്നതുകൊണ്ട് ഒന്നും പറ്റാത്തത്. ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇപ്പൊ ജീവനോട് പോലും ഉണ്ടാവില്ല. ഈ വട്ടം ബ്രോക്കും ടീമും ഒരു റോബോട്ടിനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരതിനെ ടൈറ്റാനിക്കിന്റെ ഉള്ളിലേക്ക് ഇറക്കി വിടുവാണ്. അതിൽ ക്യാമറ വെച്ചിട്ടുള്ളത് കൊണ്ട് ഇവരുടെ വാഹനത്തിൽ വെച്ച് തന്നെ കൺട്രോൾ ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ റോബോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അത്രയും ആഡംബരത്തോടെ നിന്നിരുന്ന ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിന്റെ ഉൾഭാഗം മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങി തുരുമ്പിച്ച് ഒരു പ്രേതാലയം പോലെയായി മാറി. കുറച്ചുകൂടി ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത് അന്ന് അതിന്റെ ഉള്ളിൽ കിടന്ന് മരിച്ച ഒരാളുടെ ബൂട്ടുകളാണ്, മറ്റൊരാളുടെ കണ്ണട, ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അന്ന് യാത്ര ചെയ്തിരുന്നവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, കസേരകൾ, വിളക്കുകൾ, ഇങ്ങനെ ഓരോന്നും കാലം പോകെ പോകെ നശിച്ചുകൊണ്ടേയിരിക്കുവാണ്. വെറും പൊടിയായി മാറിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ കാണുമ്പോൾ ബ്രോക്കിന് ശരിക്കും ഉള്ളിലൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അവൻ അന്വേഷിച്ച് വന്നിരിക്കുന്നത് കുറച്ച് വിലപിടിപ്പുള്ള ഒരു ഐറ്റമാണ്. അന്ന് ടൈറ്റാനിക്കിൽ പണക്കാരും പാവപ്പെട്ടവരും യാത്ര ചെയ്തിരുന്നു. പക്ഷേ പണക്കാർ താമസിച്ചിരുന്നത് ഫസ്റ്റ് ക്ലാസ്സിലും പാവപ്പെട്ടവർ താമസിച്ചിരുന്നത് 3rd ക്ലാസ്സിലുമാണ്. ഇപ്പൊ ബ്രോക്കിന്റെ റോബോട്ട് ഫസ്റ്റ് ക്ലാസ്സിലെ ഒരു പണക്കാരനായിട്ടുള്ള യാത്രക്കാരനായിരുന്ന മിസ്റ്റർ കാർഡൺ ഹോക്ലി താമസിച്ചിരുന്ന റൂമിലേക്ക് കയറി ചെല്ലുവാണ്. അവിടെ ചെന്ന് തിരഞ്ഞപ്പോ അവൻ പ്രതീക്ഷിച്ച പോലെ ഒരു പെട്ടി കണ്ടുകിട്ടി. ബ്രോക്കിനും ടീമിനും ഭയങ്കര സന്തോഷമായി. ഇത്രയും പൈസ മുടക്കി 6ാമത്തെ വട്ടം വന്നപ്പോഴാണ് അവർക്ക് സംഭവം കൈ കിട്ടിയത്. എന്തായാലും കിട്ടിയ പെട്ടി എടുത്തുകൊണ്ട് അവർ നേരെ മുകളിലുള്ള ഷിപ്പിലേക്ക് വരുവാണ്. ബ്രോക്കിനും ബ്രോക്കിന്റെ ടീമിലുള്ള എല്ലാവർക്കും സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നല്ല വിലപിടിപ്പുള്ള ഒരു സാധനമാണ് ഇവർ കിട്ടിയിരിക്കുന്നത്. ബ്രോക്ക് ഭയങ്കര സന്തോഷത്തോടെ ആ പെട്ടി പെട്ടെന്ന് തുറപ്പിച്ച് അതിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് നോക്കുവാണ്. ആദ്യം കുറച്ച് ചെളിയൊക്കെയാണ് വരുന്നത്. ബ്രോക്ക് പിന്നെയും കൈയിട്ട് നോക്കി. കുറച്ച് പേപ്പറുകൾ കിട്ടിയതല്ലാതെ വേറെ ഒന്നും അവൻ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയില്ല. ബോസെ, അപ്പൊ ഡയമണ്ട് എവിടെ? ഡയമണ്ടും ഇല്ല, ഒരു തേങ്ങയില്ല. ഈ വട്ടവും നമുക്ക് തെറ്റിപ്പോയി. ഇനി നമുക്ക് വേണ്ടി പണം മുടക്കിയ സ്പോൺസറോട് ഞാൻ എന്ത് പറയും? നീ ആ വീഡിയോ ഓഫ് ആക്ക്. ബ്രോക്കിന് ദേഷ്യം വന്നു. എന്തായാലും അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ചെളി പിടിച്ച പേപ്പറുകൾ അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതിന്റെ ഇടയ്ക്ക് ഈ 6 വട്ടം യാത്ര പോകാനും നന്നായിട്ട് പൈസ മുടക്കിയ സ്പോൺസർ ബ്രോക്കിനെ വിളിച്ച് ചീത്ത പറയാൻ തുടങ്ങി. എന്നാലും നമ്മൾക്ക് ഇനിയും പോകാമെന്നും എന്തായാലും ഡയമണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ ബ്രോക്ക് അയാളോട് ഫോണിക്കോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് അവർ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുന്നത്. അവർക്ക് കിട്ടിയ പേപ്പറിൽ ഒരെണ്ണം ആരോ വരച്ചൊരു ചിത്രമാണ്. ടൈറ്റാനിക് മുങ്ങിയ ദിവസമാണ് ആ ചിത്രം വരച്ചിരിക്കുന്നത്. ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ, പക്ഷെ അവൾ പൂർണ്ണ നഗ്നയാണ്. ഒരു തുണി പോലും ഇല്ലാതെയാണ് ആ സ്ത്രീയുടെ ചിത്രം ആ പേപ്പറിൽ വരച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ബ്രോക്കിനെ ഞെട്ടിച്ചു കളഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർ തേടി വന്നിരിക്കുന്ന ഡയമണ്ട്, അല്ലെങ്കിൽ ആ വില പിടിച്ച ഡയമണ്ട് മാലയാണ് ആ ചിത്രത്തിലുള്ള സ്ത്രീ കഴുത്തിലിട്ടിരിക്കുന്നത്. അവർ തേടിക്കൊണ്ടിരിക്കുന്ന മാല തന്നെയാണ് അതെന്ന് അവരൊന്നും കൂടി ഉറപ്പുവരുത്തി. സംഭവം അത് തന്നെയാണ്. അപ്പോ ആ മാലയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന തുണിയിടാത്ത സ്ത്രീ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനിപ്പോ ഒരേ ഒരു വഴി
വഴിയുള്ളൂ. അവര് ടിവിയിൽ ഒരു പരസ്യം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് എവിടെയോ ഒരു വീട്ടിൽ റോസ് എന്ന് പറയുന്ന ഒരു മുത്തശ്ശി മൺപാത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോസ് മുത്തശ്ശിയും അവരുടെ പേരക്കുട്ടിയായിട്ടുള്ള ലിസിയും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ടിവിയിൽ ടൈറ്റാനിക്കിനെ പറ്റിയുള്ള വാർത്ത കേട്ടപ്പോൾ റോസ് ആകെ ഒന്ന് ഞെട്ടി. അവർ പെട്ടെന്ന് ടിവിയുടെ അടുത്തേക്ക് വരുവാണ്. അതിൽ നമ്മളുടെ ബ്രോക്ക് അന്ന് കണ്ടുകിട്ടിയ ആ പെയിന്റിംഗ് ആണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. മുത്തശ്ശി എന്താണ് ടിവിയിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് ലിസ് സംശയം ചോദിക്കുന്നു. പക്ഷെ റോസ് മുത്തശ്ശി ടിവിയിലേക്ക് തന്നെ നോക്കി അനങ്ങാതെ നിൽക്കുവാണ്. സീൻ ചേഞ്ച് ആവുന്നു. കപ്പലിൽ നിൽക്കുന്ന ബ്രോക്കിന്റെ അടുത്തേക്ക് ഒരാൾ പെട്ടെന്ന് ഓടി വന്ന് ഏതോ ഒരു തള്ളച്ചി വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. ബ്രോക്ക് പെട്ടെന്ന് നിന്ന് ഫോൺ എടുത്തു. ഹായ്, ഐ എം ബ്രോക്ക് ലെവിറ്റ്. ഇതാരാണ് വിളിക്കുന്നത്? ഹലോ, എന്റെ പേര് റോസ് എന്നാണ്. നിങ്ങൾ കണ്ടെത്തിയ ചിത്രത്തിലെ ഹാർട്ട് ഓഫ് ദി ഓഷ്യൻ അതിപ്പോഴും അതേപോലെ തന്നെ ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. മാം, ആ മാലയുടെ പേര് ഹാർട്ട് ഓഫ് ദി ഓഷ്യൻ ആണെന്ന് ഞാൻ ടിവിയിലൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം? നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാം മോനെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ വിളിച്ചിരിക്കുന്നത്. ആണോ? എന്നാൽ നമുക്ക് എന്തായാലും കാണണം. ഞാൻ ആ ചിത്രത്തിൽ കാണിച്ച ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആ, ചെറുതായിട്ടൊക്കെ അറിയാം മോനെ. കാരണം എന്താന്ന് വെച്ചാൽ അത് ഈ പടം വരച്ചു വെച്ചിരിക്കുന്നത് എന്നെയാണ്. അത് കേട്ട് ബ്രോക്ക് ഞെട്ടിപ്പോയി. ആ ചിത്രത്തിൽ കാണുന്ന തുണിയെടുക്കാത്ത സ്ത്രീയാണ് ഇപ്പൊ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റോസ് മുത്തശ്ശി. എന്തായാലും ഒരു ഹെലികോപ്റ്റർ വിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി റോസിനെ ആ കപ്പലിലേക്ക് കൊണ്ടുവരുവാണ്. നമ്മുടെ ബ്രോക്കിന്റെ അസിസ്റ്റന്റിന് ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. വയസ്സാങ്കാലത്ത് ഈ തള്ളച്ചി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കള്ളം പറയുന്നതാണെന്നാണ് അയാൾ ബ്രോക്കിനോട് പറയുന്നത്. പക്ഷെ ബ്രോക്കിന് ഒറ്റ പോയിന്റിലാണ് റോസിന് വിശ്വാസം വന്നത്. ഈ മാലയുടെ പേര് ഹാർട്ട് ഓഫ് ദി ഓഷ്യൻ എന്നാണ്, കടലിന്റെ ഹൃദയം. ഇക്കാര്യം വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് റോസിനെ ബ്രോക്ക് വിശ്വസിക്കുന്നത്. എന്റെ പൊന്നു ബ്രോക്ക്, ഇത്രയും ബുദ്ധിയുള്ള നിനക്ക് ഈ തള്ളച്ചി ഒരു പെരുങ്കള്ളിയാണെന്ന് മനസ്സിലാവുന്നില്ലേ? എടാ, ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യുന്നത്? ഞാൻ അവരെ പറ്റി നന്നായിട്ട് അന്വേഷിച്ചു. ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞ് രക്ഷപ്പെട്ട കുറച്ചു പേരില് ഈ റോസ് ഉണ്ടായിരുന്നു. ഇവരെന്നൊരു നാടക നടിയായിരുന്നു. ആദ്യം തന്നെ മനസ്സിലാക്കിക്കൂടെ? ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള വെറും അഭിനയമാണ്. അത് കഴിഞ്ഞ് ഇവരൊരു ഭർത്താവിനെ കെട്ടി 2 പിള്ളേരെയും പ്രസവിച്ചു. ഇപ്പൊ ഒരു കൊച്ചുമോളുമായി. ഇപ്പൊ അവർക്ക് 100 വയസ്സായി. വയസ്സങ്കാലത്ത് വല്ല പിച്ചും പേയും പറയുന്നത് കേൾക്കാനാണോ നീ ആ തള്ളച്ചി ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടിരിക്കുന്നത്? എടാ, നീ മിണ്ടാതെ നിൽക്ക്. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയാം. ഈ ഡയമണ്ടിന്റെ പേര് അത് നിനക്ക് പോലും മര്യാദയ്ക്ക് അറിയില്ല. പക്ഷെ അവരത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ആ പേര് അവർക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡയമണ്ടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ എന്തായാലും റോസിനെ കൊണ്ട് പറ്റും. എനിക്ക് ഉറപ്പാ. അവരെത്തി റോസും ലിസിയും കൂടിയാണ് വന്നിരിക്കുന്നത്. അവർ ഹെലികോപ്റ്ററിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് നേരെ കപ്പലിലേക്ക് ഇറങ്ങി. എന്റെ അമ്മു, തള്ളച്ചി പെട്ടിയും കിടക്കിയൊക്കെ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഇനിയുള്ള കാലം കപ്പലിൽ സുഖിച്ച് കഴിയാവുന്നതായിരിക്കും വിചാരം. കള്ള കിളവി. ബ്രോക്ക് സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി റോസിനും ലിസിക്കും താമസിക്കാനുള്ള റൂമിലേക്ക് പോവാണ്. ഹായ് മാം, റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ മോനെ, റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. ദേ, ഇതാണ് എന്റെ പേരക്കുട്ടി ലിസി. ഇവളെ തന്നെ നോക്കുന്നത്. പിന്നെ നീ ഏതാ? അമ്മുമ്മ, നമ്മളിപ്പോ തന്നെ മിസ്റ്റർ ബ്രോക്കിനെ കണ്ടല്ലേ ഉള്ളൂ. അമ്മുമ്മ ഈ ഇടയായിട്ട് എങ്ങനെയാ? സോറി മോനെ, എനിക്ക് ഈ ഇടയായിട്ട് ഓർമ്മ അത്രയ്ക്ക് പോരാ. പിന്നെ നിങ്ങൾ ഇനി എന്നെ മാം എന്നും മാഡം എന്നൊന്നും വിളിക്കണ്ട. റോസ് എന്ന് തന്നെ വിളിച്ചാൽ മതി, കേട്ടല്ലോ? ഓക്കെ റോസ്, നിങ്ങൾ വിശ്രമിക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. പക്ഷെ റോസ് ഇവര് കണ്ടെടുത്ത ആ ചിത്രം കാണാൻ വേണ്ടി തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറയുവാണ്. അങ്ങനെ റോസിന്റെ തന്നെ തുണിയെടുക്കാത്ത മനോഹരമായിട്ടുള്ള ചിത്രം അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ബ്രോക്ക് പറയാൻ തുടങ്ങി. ദേ, ഞങ്ങൾ എന്തിനാ ശരിക്കും വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ കാണുന്ന ഡയമണ്ട് അല്ലേ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ. ചരിത്രം പറയുന്നത് എന്താന്ന് വെച്ചാൽ 1792 ലൂയി 16 കാലത്ത് അദ്ദേഹം ധരിച്ചിരുന്ന കിരീടത്തിൽ ഈ ഡയമണ്ട് ഉണ്ടായിരുന്നു, ഈ നീല ഡയമണ്ട്. പക്ഷേ യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോ ആ രാജാവിന്റെ കഴുത്തറുത്തു. അന്ന് കിരീടത്തിലുണ്ടായിരുന്ന ഡയമണ്ട് ഇങ്ങനെ ഹാർട്ടിന്റെ ഷേപ്പിൽ വെട്ടിയെടുത്താണ് ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇന്ന് ഈ ഡയമണ്ടിന്റെ വില കോടികൾ വരും. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഇത് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഇത്രയും പൈസ മുടക്കി 6 വട്ടം ടൈറ്റാനിക് കാണാൻ പോയത്. പക്ഷെ ഒരു തേങ്ങയും കിട്ടിയില്ല. റോസിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന റോസ് പെട്ടെന്ന് പഴയ ഓർമ്മകളിലേക്ക് പോവാണ്. ആ ചിത്രം വരയ്ക്കുന്ന സമയത്തെ ഓർമ്മകൾ. ഏതോ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ മുടിയും നീല കണ്ണുകളും റോസിന്റെ മനസ്സിലേക്ക് കടന്നു വരുവാണ്. മോനെ, എനിക്ക് ഓർമ്മയുണ്ട്. ഇതാ ഒരു ദിവസം മാത്രമാണ് ഞാൻ എന്റെ കഴുത്തിലിട്ടിട്ടുള്ളൂ. നല്ല ഭാരമായിരുന്നു. അതിന്റെ വില എത്രയാണെന്നൊന്നും എനിക്ക് അന്ന് അറിയില്ല. ഇത് അന്ന് എന്നെ കെട്ടാൻ തീരുമാനിച്ചിരുന്ന മിസ്റ്റർ കാൾഡൻ ഹോക്ലിയാണ് എന്റെ കയ്യിലേക്ക് തന്നെ. യെസ് റോസ്, ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾ കള്ളം പറയുന്നതല്ല. കാൾഡൻ ഹോക്ലിയുടെ പേര് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്കത് അറിയാം. എന്തായാലും നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും. ഈ പറയുന്ന കാൾഡൻ ഹോക്ലി വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നല്ലോ. അദ്ദേഹം ഒന്ന് കെട്ടാൻ തീരുമാനിച്ചിരുന്ന സ്ത്രീയാണ് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന റോസ്. ഈ ഹാർട്ട് ഓഫ് ദി ഓഷ്യൻ എന്ന് പറയുന്ന ഡയമണ്ട് ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പാണ് കാൾഡൻ വാങ്ങിയിട്ടുള്ളത്. ഇനി എങ്ങാനും ഇത് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി അയാൾ ഇൻഷുറൻസ് എടുത്തിരുന്നു. അത് കഴിഞ്ഞ് കപ്പൽ മുങ്ങി ഒരാഴ്ച കഴിഞ്ഞ് കാൾഡൻ ഇൻഷുറൻസ് കമ്പനി അടുത്തേക്ക് പോയിട്ട് ഈ ഡയമണ്ട് കാണാതെ പോയെന്നും അതിന്റെ പൈസ തിരിച്ചു വേണമെന്ന് പറയുന്നു. ടൈറ്റാനിക് മുങ്ങിയ ദിവസമാണ് റോസിന്റെ ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഡയമണ്ട് എവിടെയാണെന്ന് റോസിനും അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും അന്ന് കപ്പൽ മുങ്ങിയപ്പോ ആ ഡയമണ്ട് കപ്പലിന്റെ കൂടെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അത് എവിടെയാണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇനി റോസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞ് പെട്ടെന്നാണ് റോസ് അവിടെ ഇരിക്കുന്ന ഒരു പഴയ കണ്ണാടി കാണുന്നത്. അതുപോലെ ഒരു ഹെയർ പിൻ. ഇതൊക്കെ റോസ് പതുക്കെ ഓർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഈ കണ്ണാടി. ഞാനിതിൽ ഒരുപാട് വട്ടം നോക്കിയിട്ടുണ്ട്. ഈ കണ്ണാടി ഇന്നും പഴയ പോലെ തന്നെ. പക്ഷേ എനിക്ക് മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. അല്ലേ മോളെ? എനിക്കൊരു 3-4 വയസ്സ് കൂടിയിട്ടുണ്ടല്ലേ. നിങ്ങൾക്കാർക്കും ആ ഫോട്ടോയിൽ കണ്ട് തന്നെയാണെന്ന് വിശ്വാസം വന്നില്ലേ? ഇന്നത്തെ എന്നെ കണ്ടിട്ട് നോക്കണ്ട. അന്ന് ഞാൻ ഒടുക്കത്തെ സുന്ദരിയായിരുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ പണക്കാരനായിട്ടുള്ള കാൾഡൻ എന്നെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ച്. അപ്പൊ അമ്മൂമ്മേ, നിന്നോട് ഞാൻ എന്നെ റോസ് എന്ന് വിളിക്കാനല്ലേ മോനെ പറഞ്ഞത്? ആ ശരി റോസ്. അപ്പൊ ടൈറ്റാനിക് ഇങ്ങനെയാണ് മുങ്ങിയത്. ആദ്യം അതിന്റെ മുൻഭാഗം ഒരു മഞ്ഞമലയിൽ പോയിടിക്കുന്നു. ചെറിയ ചെറിയ ഓട്ടകൾ വീഴുന്നു. അതിക്കൂടെ വെള്ളം ഉള്ളിലേക്ക് എരച്ചു കയറുന്നു. കപ്പലിന്റെ മുൻഭാഗം ആദ്യം ഇങ്ങനെ വെള്ളം കയറി മുങ്ങാൻ തുടങ്ങി. അങ്ങനെ മുങ്ങി വന്നപ്പോ പിൻഭാഗം നേരെ ഇങ്ങോട്ട് പൊങ്ങി. ഈ പിൻഭാഗം എന്ന് പറയുമ്പോൾ നല്ല
വെയിറ്റ് വരും. അതിങ്ങനെ പൊങ്ങി നിന്നപ്പോ കപ്പൽ രണ്ടായിട്ട് ഒടിഞ്ഞുപോയി. അതുകൊണ്ട് പിൻഭാഗത്തുള്ള കുറെ പേർക്ക് രക്ഷപ്പെടാൻ പിന്നെയും കുറച്ച് സമയം കിട്ടി. പക്ഷെ കപ്പലിന്റെ മുൻഭാഗം ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുമായിരുന്നു. അതിന്റെ വെയിറ്റ് കാരണം പതുക്കെ പതുക്കെ ഈ ഒടിഞ്ഞു വീണ ബാക്ക് ഭാഗവും കടലിന്റെ അടിയിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി. ഇങ്ങനെയാണ് ടൈറ്റാനിക് മുങ്ങിപ്പോയത്. എടാ പൊന്നു മോനെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ? ഞാനൊരു പഴഞ്ചനായി പോയി. സൂപ്പർമാന്റെ അടുത്തേക്ക് ജെട്ടി കയറ്റി വിടല്ലേ? എടാ, ഈ കപ്പലിൽ യാത്ര ചെയ്തവനാണ് ഞാൻ. നിങ്ങൾ ഇതിനെ പറ്റി കേട്ടിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞു തരാതെ തന്നെ ഇതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ചവളാണ് ഞാൻ. ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വല്ലാതെ ഓർക്കുന്നു. ഓർക്കാൻ വരട്ടെ, ഞാനിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ ഈ കപ്പലിന്റെ പിൻഭാഗം പതുക്കെ മുങ്ങാൻ തുടങ്ങി. മുങ്ങി തുടങ്ങിയപ്പോ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 20 നോട്ടായി മാറി. അതങ്ങനെ സ്പീഡിൽ ചെന്ന് കടലിന്റെ അടിത്തട്ടിൽ ഇടിച്ചിറങ്ങി. ഇത്രേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന സയൻസിന്റെ ഭാഷയൊന്നും എനിക്ക് അറിയില്ല മക്കളെ. പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കരച്ചിൽ എപ്പോഴും എന്റെ ചെവി കേൾക്കുന്നുണ്ട്. അന്നത്തെ ആ വെള്ളത്തിന്റെ തണുപ്പ് എന്റെ അസ്ഥിയിലേക്ക് ഇങ്ങനെ കുത്തി കയറുന്നത് പോലെ. റോസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ കഥ ഞങ്ങളോടും കൂടി പറയൂ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീണ്ടും ടൈറ്റാനിക്കിലേക്ക്, അത് മുങ്ങിയ ദിവസത്തിലേക്ക് പോവാം. റോസ് പെട്ടെന്ന് ഇവർ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന ടൈറ്റാനിക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണുവാണ്. അത് കണ്ട് റോസ് ഞെട്ടിപ്പോയി. അവൾ അന്ന് കണ്ടിരുന്ന മനോഹരമായിട്ടുള്ള ടൈറ്റാനിക്കിന്റെ ഉൾഭാഗങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലായെന്ന് കണ്ട് റോസ് പെട്ടെന്ന് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ലിസി അങ്ങോട്ട് ഓടി വന്നു. അമ്മൂമ്മ, എന്താ വിഷമമായോ? നമുക്ക് വിശ്രമിക്കാം. വേണ്ട മോളെ, എനിക്കിപ്പോ വിശ്രമിക്കണ്ട. ബ്രോ പെട്ടെന്ന് റോസ് പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു സൗണ്ട് റെക്കോർഡർ കയ്യിലെടുത്ത് വെക്കുവാണ്. മക്കളെ, ഇത് നടന്നിട്ട് 84 വർഷമായി. അയ്യോ, അത് കുഴപ്പമില്ല. ഓർമ്മയുള്ള എന്തായാലും പറഞ്ഞു. എന്തായാലും മതി. എടാ, ഞാൻ ഈ കഥ പറയണമെന്ന് നിനക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ? എന്നാ ഒന്ന് മിണ്ടാതിരിക്കും. ഞാൻ പറയട്ടെ. ഇത് നടന്നിട്ട് 84 വർഷമായി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ടൈറ്റാനിക്കിന്റെ ഓരോ കാര്യങ്ങളും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ടൈറ്റാനിക്കിൽ അടിച്ചിരുന്ന പുതിയ പെയിന്റിന്റെ മണം എനിക്ക് ഇപ്പോഴും അറിയാൻ പറ്റുന്നുണ്ട്. അവിടെ വെച്ചിരുന്ന പാത്രങ്ങൾ, അതിലാരും അന്നേ വരെ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ബെഡുകളിൽ വീച്ചിരുന്ന വിരികൾ എത്രയോ പുതിയതായിരുന്നു. അതിലാദ്യമായിട്ട് കിടന്നത് ഞങ്ങളായിരുന്നു. എത്ര മനോഹരമായിരുന്നു ടൈറ്റാനിക്. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന ആളുകൾ വിളിച്ചിരുന്ന കപ്പൽ, അതിനെ ആളുകൾ സ്വപ്നങ്ങളുടെ കപ്പൽ എന്ന് വിളിച്ചു. ദ ഷിപ്പ് ഓഫ് ഡ്രീംസ്. അത് വെറുതെ ആയിരുന്നില്ല. ടൈറ്റാനിക് ശരിക്കും സ്വപ്നങ്ങളിൽ മാത്രം വരുന്ന പോലെയുള്ള ഒരു കപ്പലായിരുന്നു. അമേസിംഗ്, റിയലി അമേസിംഗ്. അങ്ങനെ റോസ് ആ കഥ പറയാൻ തുടങ്ങി. 1912 ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്ന ആ പടുകൂറ്റൻ ടൈറ്റാനിക് ഷിപ്പിനെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. എല്ലാവരും അതിലേക്ക് ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കപ്പലിലില്ലാത്ത ഒന്നും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പണക്കാർക്ക് സഞ്ചരിക്കാൻ ആഡംബരമായിട്ടുള്ള ഫസ്റ്റ് ക്ലാസ്, പാവപ്പെട്ടവർക്ക് സഞ്ചരിക്കാൻ അത്ര ആഡംബരമൊന്നുമില്ലാത്ത തേർഡ് ക്ലാസ്, വിലപിടിപ്പുള്ള വണ്ടികളൊക്കെ ആളുകൾ നേരത്തെ തന്നെ ടൈറ്റാനിക്കിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട്. അത് ക്രെയിൻ വെച്ചാണ് കയറ്റുന്നത്. ഈ സമയത്താണ് പണക്കാർ മാത്രം സഞ്ചരിക്കുന്ന അക്കാലത്തെ ഒരു കാറിൽ നമ്മളുടെ കഥാനായികയായിട്ടുള്ള സുന്ദരി എന്ന് പറഞ്ഞ അതിസുന്ദരിയായിട്ടുള്ള മിസ് റോസ് ഡെവിറ്റ് വന്നിറങ്ങുന്നത്. ഇതേ റോസ് തന്നെയാണ് റോസ് അമ്മൂമ്മയായിട്ട് നമ്മൾ നേരത്തെ കണ്ടത്. ശരീരത്തിന്റെ സൗന്ദര്യം എല്ലാ കാലത്തും ഒരേപോലെ നിലനിൽക്കില്ല. എനിവേ, റോസിന്റെ കൂടെ യാത്ര ചെയ്യാൻ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ റോസിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വമ്പൻ ബിസിനസ്മാനും കോടീശ്വരനുമായിട്ടുള്ള മിസ്റ്റർ കോൾഡൻ ഹോക്ലിയാണ്. അതിന്റെ കൂടെ അയാളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലങ്കൈ ആയിട്ടുള്ള മിസ്റ്റർ ലവ് ജോയും വന്നിട്ടുണ്ട്. ഈ ലവ് ജോയ്ക്ക് അയാളുടെ പേരിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്വഭാവമാണ്. ലവ് ചെയ്യുന്നവരെ ലവ് ജോയ്ക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. അത് കഴിഞ്ഞ് കാറിൽ നിന്നിറങ്ങുന്നത് റോസിന്റെ പൊങ്ങച്ചക്കാരിയായിട്ടുള്ള അമ്മ മിസസ് റൂത്ത്. നല്ല പേരുകേട്ട കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് ഇവരെല്ലാവരും. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ കാൾഡന്റെ കയ്യിൽ പൈസയും കൂടിയുണ്ട്. എന്നാൽ റോസിന്റെ കുടുംബത്തിന് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് റോസിന്റെ അമ്മയായിട്ടുള്ള റൂത്ത് എങ്ങനെയെങ്കിലും റോസിനെ കാൾഡനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നത്. പൈസ ഇല്ലെങ്കിലും റോസിന്റെ അമ്മ റൂത്തിന് പൊങ്ങച്ചത്തിനും അഹങ്കാരത്തിനും യാതൊരു കുറവുമില്ല. പക്ഷെ നമ്മുടെ റോസ് അങ്ങനെയൊന്നുമല്ല. കാൾഡൻ ടൈറ്റാനിക് കണ്ടിട്ട് ഇത് ഏറ്റവും വലിയ ഷിപ്പാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ. റോസ്, നീ എന്താ കാര്യങ്ങൾ ഇങ്ങനെ കൊച്ചാക്കി കാണുന്നത്? ഇതുവരെ ഉണ്ടാക്കിയതി വെച്ച് ഏറ്റവും വലിയ പാസഞ്ചർ ഷിപ്പാണ് ഈ കാണുന്ന ടൈറ്റാനിക്. അതിന്റെ ആദ്യത്തെ യാത്രയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അതിലാണ് നമ്മൾ രണ്ടുപേരും യാത്ര ചെയ്യാൻ പോകുന്നത്. എന്തായാലും അതും ഫസ്റ്റ് ക്ലാസ്സിലിരുന്ന്. ഈ ഷിപ്പിൽ കിട്ടാത്ത ഒന്നും തന്നെയില്ല. ഫുൾ ആഡംബരം. ഇതൊക്കെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എന്റെ റോസിന് വേണ്ടി. അമ്മ, നിങ്ങളുടെ മോളെ എന്ത് പറഞ്ഞൊന്ന് സന്തോഷിപ്പിക്കുക. ടൈറ്റാനിക് കണ്ടിട്ടും അവൾക്ക് വലിയ സന്തോഷമില്ലാന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ കാൾഡൻ, അവൾ അങ്ങനെയാണ്. ഇങ്ങനെ ഒരു കപ്പലിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് തന്നെ എന്തൊരു ഭാഗ്യമാണ്. ആക്ച്വലി ഭാഗ്യമൊന്നുമില്ല. നമ്മളെ പോലെയുള്ള പണക്കാർക്ക് ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള വിഷയമല്ലേ. എന്നാലും ഈ കപ്പലിന്റെ സൗന്ദര്യം കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. വാ മോളെ. അവരെല്ലാവരും കപ്പലിലേക്ക് കയറാൻ തുടങ്ങി. മിസ്റ്റർ ലവ് ജോയ് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന കുറെ പെട്ടികളും സാധനങ്ങളും ഒക്കെ ഉള്ളിലേക്ക് എടുത്ത് വെപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ കാൾഡൻ അപ്പ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അങ്ങോട്ട് വീശും. പൈസ കണ്ടാ വീഴാത്ത ആരാ ഉള്ളത്? അതുകൊണ്ട് ഇവിടെ പണക്കാർക്ക് ഒരു നിയമവും പാവപ്പെട്ടവർക്ക് വേറെ നിയമമാണ്. അതെല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്ക് അവിടെ താഴെ നിന്ന് ബന്ധുക്കൾ എല്ലാവരും യാത്ര പറയുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കും മുൻകൂട്ടി അറിയാൻ പറ്റില്ലല്ലോ. കപ്പലിലേക്ക് കയറുന്ന എല്ലാവരെയും ഓഫീസർമാർ താടിയും മുടിയും പോലും ഇടാതെ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പണക്കാർക്ക് ഒരു പക്ഷേ ഇതൊന്നും ബാധകമല്ല. അവരെ നേരിട്ട് അങ്ങോട്ട് കയറ്റി വിടും. കാരണം പണക്കാരായിട്ടുള്ള പേര് കേട്ട എല്ലാവരും എന്തായാലും മോശം ആളുകളായിരിക്കില്ലെന്നാണ് അവിടെയുള്ളവരുടെ ധാരണ. പലപ്പോഴും മുത്തശ്ശിയായിട്ടുള്ള റോസ് പറയുന്നത് പോലെയാണ് നമ്മൾ ഈ കഥ കേൾക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞാനും എന്നെ കെട്ടാൻ പോകുന്ന പയ്യൻ കാൾഡനും എന്റെ അമ്മയും കൂടി ആ കപ്പലിലേക്ക് കയറി. എല്ലാവരും പറഞ്ഞ പോലെ അത് സ്വപ്നങ്ങളുടെ ലോകത്ത് നിന്ന് വന്നൊരു കപ്പലായിരുന്നെങ്കിലും എനിക്ക് അതിന്റെ ഉള്ളിൽ വലിയ സന്തോഷം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ എപ്പോഴും എന്റെ മനസ്സിലിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. പക്ഷെ എന്റെ കരച്ചിൽ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ച ജീവിതം അതായിരുന്നില്ല. അടുത്ത സീനിലാണ് നമ്മൾ ഈ കഥയിലെ ഹീറോ ആയിട്ടുള്ള ജാക്ക് ഡോസൻ
ഡോഗ്സനെ കാണുന്നത്. ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് അവന്റെ കൂട്ടുകാരോടൊപ്പം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജാക്ക്. അവനും കൂട്ടുകാർക്കും എതിരെ വേറൊരു ടീം വന്ന് ഒരു ബെറ്റ് വെച്ചിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ടൈറ്റാനിക് കയറി യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് ഉണ്ട്. പക്ഷെ ജാക്കിന്റെ കയ്യിലാണെങ്കിൽ തൽക്കാലം കാര്യമായിട്ട് പൈസയും ഇല്ല, ടിക്കറ്റും ഇല്ല. അതുകൊണ്ട് ഈ ചീട്ടുകളിൽ ജയിക്കുവാണെങ്കിൽ ആ ടിക്കറ്റ് ജാക്കിനും കൂട്ടുകാരനും കിട്ടും. അവർ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചീട്ടുകൾ എടുത്തെറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ജാക്കിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഫാബ്രിസിയോക്ക് പെട്ടെന്ന് പേടിയാവാൻ തുടങ്ങി. എടാ ജാക്ക്, നമ്മളെ കളി തോറ്റ കയ്യിലുള്ള എല്ലാം പോകും. എടാ നീ പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ പോകാനും മാത്രം എന്തോ ഉള്ളത്. കയ്യിൽ പോകാനായിട്ട് ഒന്നും ഇല്ലാത്തവന് പേടിക്കേണ്ട ആവശ്യമില്ല, നീ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ ചീട്ട് കളിച്ച് അവസാനം മിടുക്കനായ ജാക്ക് തന്നെ ജയിച്ചു. അപ്പുറത്തിരുന്ന ടീമിന്റെ ടിക്കറ്റ് ഒക്കെ ജാക്കിന് കിട്ടി, കുറച്ച് പൈസ അവർക്ക് കിട്ടി. ജാക്കിനും കൂട്ടുകാരനും സന്തോഷമായി. പക്ഷെ അപ്പുറത്തെ ടീമിന് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് ജാക്കിനെ പിടിച്ചിടിക്കാൻ നോക്കി. പക്ഷെ അത് തെറ്റാന്ന് മനസ്സിലായതോടെ ഈ ടിക്കറ്റ് പണയം വെച്ച് കളിക്കാൻ തീരുമാനിച്ച ആളെ ഓടിച്ചെന്നൊരൊറ്റയിടി. എന്തായാലും ടൈറ്റാനിക് 5 മിനിറ്റിനുള്ളിൽ പുറപ്പെടും. ഇത് കേട്ട് ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഫാബ്രിസിയോയും ജാക്കും സന്തോഷത്തോടെ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് ടൈറ്റാനിക്കിലേക്ക് ഓടി കയറാൻ പോവാണ്. എങ്ങനെയെങ്കിലും അമേരിക്കയിൽ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് കോടീശ്വരനായി മാറണമെന്നാണ് ജാക്കിന്റെയും കൂട്ടുകാരന്റെയും ആഗ്രഹം. വലിയ പ്രതീക്ഷകളോടെ അവർ ടൈറ്റാനിക്കിന്റെ വാതിലിന്റെ അടുത്തേക്ക് ഓടിക്കതച്ചെത്തി. അപ്പോഴേക്കും വാതിൽ അടയ്ക്കാൻ പോവായിരുന്നു. അവിടെ നിൽക്കുന്ന ഓഫീസർ നിങ്ങളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതല്ലെന്ന് അവരോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ചെക്ക് ചെയ്യാൻ മാത്രം ഒന്നുമില്ലെന്ന് പറഞ്ഞ് ജാക്കും കൂട്ടുകാരനും നേരെ ഉള്ളിലേക്ക് കയറുന്നു. അങ്ങനെ ടൈറ്റാനിക്കിൽ നിൽക്കുന്ന എല്ലാവരും പുറത്ത് നിൽക്കുന്ന അവരുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ കൈവീശി ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിട പറഞ്ഞ് ഒരു വലിയ യാത്രയ്ക്കായിട്ടാണ് പോകുന്നത്. നമ്മളും ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റുമെന്നോ അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിക്കുമെന്നോ മനസ്സിലാലോചിച്ചുകൊണ്ടല്ല പോകുന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാന്ന് ഒരു ഉറപ്പുമില്ല. പെട്ടെന്ന് ജാക്കും കയറി ടാറ്റ കൊടുക്കാൻ തുടങ്ങി. എടാ ജാക്ക്, നീ ആർക്കായി ടാറ്റ കൊടുക്കുന്നത്? നമ്മൾ പോകുന്നത് നോക്കി നിൽക്കാൻ ഒരു പട്ടി പോലും അവിടെ ഇല്ല. എടാ അതൊക്കെ നീ എന്തിനാ ആലോചിക്കുന്നത്? നീ ചുമ്മാ കൈവീശി കാണിക്ക്. എടാ നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അവിടെ താഴെ നിൽക്കുന്നവരെങ്കിലും വിചാരിച്ചോട്ടെ. നീ പെട്ടെന്ന് ടാറ്റ കൊടുക്കാൻ നോക്ക്. അങ്ങനെ നമ്മുടെ പടുകൂറ്റൻ ടൈറ്റാനിക് കടലിനെ കീറി മുറിച്ചുകൊണ്ട് അതിന്റെ യാത്ര ആരംഭിച്ചു. ഉള്ളിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും അവരവർ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റ് അനുസരിച്ച് ഓരോ റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പണക്കാരായവർക്ക് ഫസ്റ്റ് ക്ലാസ്സിലെ നല്ല സൗകര്യമുള്ള മുറികൾ. നമ്മളുടെ ജാക്കിന്റെ മുറിയാണെങ്കിൽ ഏറ്റവും അടിയിലുള്ള 3rd ക്ലാസ്സിലാണ്. വലിയ സൗകര്യമൊന്നുമില്ല. ഒരു മുറി തന്നെ കുറെ പേരുണ്ടാവും. പക്ഷെ ജാക്കിനെ പോലെ 3rd ക്ലാസ്സിലുള്ളവർക്ക് ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. ഈ സമയത്ത് നമ്മുടെ പണക്കാരനായിട്ടുള്ള കാൾഡൻ ഹോക്ലി അയാളുടെ മനോഹരമായിട്ടുള്ള ആഡംബരം നിറഞ്ഞ റൂമിലേക്ക് കയറി ചെല്ലുവാണ്. എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കാൾഡന് പ്രത്യേക ആളുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ ഒന്ന് മൂളിയാൽ മാത്രം മതി എന്നാണ് കൂടെ വന്നവൻ പറയുന്നത്. പക്ഷെ കാൾഡന് ഈ സൗകര്യമൊന്നും പോരെന്നാണ് അയാളുടെ മുഖം കണ്ടിട്ട് തോന്നുന്നത്. കാൾഡൻ കെട്ടാൻ പോകുന്ന പെണ്ണായതുകൊണ്ട് റോസിനും അവളുടെ അമ്മയ്ക്കും കൂടി ഒരു അടിപൊളി റൂമാണ് ബുക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റോസിനാണെങ്കിൽ ഈ ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള കലാകാരന്മാർ വരച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ റോസ് ഇങ്ങനെ മേടിച്ച് സൂക്ഷിച്ചു വെക്കും. അവൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഈ പറഞ്ഞ പെയിന്റിങ്സിലാണ്. പക്ഷെ അവളെ കെട്ടാൻ പോകുന്ന കാൾഡനാണെങ്കിലോ ഇതിനോടൊക്കെ ഒടുക്കത്തെ പുച്ഛം. ഈ പടം വരച്ചിട്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നാണ് കാൾഡൻ പറയുന്നത്. നിങ്ങൾ മഹാനായിട്ടുള്ള പടം വരക്കാരനായിട്ടുള്ള പിക്കാസോയുടെ പേര് കേട്ടിട്ടുണ്ടാവും. ഈ പിക്കാസോ വരച്ച ഒരു പടവും റോസ് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് പിക്കാസോ വരച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഈ പെയിന്റിംഗ് കണ്ട് കാൾഡൻ നന്നായിട്ട് തന്നെ പുച്ഛിക്കുന്നുണ്ട്. ഈ പടം വരച്ച പിക്കാസോ ആരായാലും അവനൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ലെന്നാണ് കാൾഡൻ പറയുന്നത്. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പിക്കാസോ ലോകം തന്നെ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഒരു പെയിന്റിംഗ് കലാകാരനായിട്ട് മാറി. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പിക്കാസോ എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാരുടെയും വിചാരം അദ്ദേഹം ജീവിച്ചിരുന്നത് പഴയ കാലഘട്ടത്തിലാണെന്നാണ്. അതായത് വല്ല 1700കളിലോ അല്ലെങ്കിൽ നെപ്പോളിയൻ യുദ്ധം ചെയ്തിരുന്ന കാലത്തോ മറ്റോ ജീവിച്ചിരുന്ന ആളാണ് പിക്കാസോ എന്നാണ് ഞാനടക്കം പല ആളുകളും വിചാരിച്ചിരുന്നത്. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ 1881 ജനിച്ച് 1973 മരിച്ച ആളാണ് ഈ പറയുന്ന പിക്കാസോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. പിക്കാസോയുടെ പടങ്ങളും കണ്ട് ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ചു. അതിന്റെ ഇടയ്ക്കാണ് മിസ് മോളി ബ്രൗൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി വന്നത്. എന്റെ അമ്മയ്ക്കൊന്നും അവരെ കാര്യമായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. കാര്യം അവർ പണക്കാരിയാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് യാത്ര ചെയ്തിരുന്നത്. പക്ഷെ അവരൊരു ഭാഗ്യത്തിന് പണക്കാരിയായതാണ്. അവരുടെ ഭർത്താവ് എവിടെയോ കുഴിച്ചൊരു നിധി കിട്ടി. അതിൽ കുറെ സ്വർണം ഉണ്ടായിരുന്നു. അതിന്റെ പേര് പണക്കാരിയായിട്ട് മോളി ഇങ്ങനെ വിലസി നടക്കുമായിരുന്നു. അങ്ങനെ പുത്തൻ പണക്കാരിയായിട്ടുള്ള മോളിയെ കാലാകാലങ്ങളായിട്ട് പണക്കാരായിട്ടുള്ള എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. ടൈറ്റാനിക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ മുന്നിൽ പരന്നു കിടക്കുന്ന കടലല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഉള്ളിൽ അമേരിക്കയിൽ എത്തുന്നത് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരും. അങ്ങനെ ഈ ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്തിനെ നമ്മളിപ്പോ ആദ്യമായിട്ട് കാണുവാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ആയിട്ടുള്ള മിസ്റ്റർ മർഡോക്കും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ക്യാപ്റ്റൻ സ്മിത്തിന്റെ റിട്ടയർമെന്റ് ആവാറായി. അദ്ദേഹത്തിന്റെ അവസാനത്തെ ക്യാപ്റ്റനായിട്ടുള്ള യാത്രയാണ് ഈ ടൈറ്റാനിക്കിലെ യാത്ര. അദ്ദേഹം മിസ്റ്റർ മർഡോക്കിനോട് ടൈറ്റാനിക്കിനെ വേഗത്തിൽ മുന്നോട്ട് പായിപ്പിക്കാൻ പറയുന്നു. മിസ്റ്റർ മർഡോക്ക് പോയി കപ്പൽ നിയന്ത്രിക്കുന്ന ആളുകളോട് പറയുന്നു. അവർ പെട്ടെന്ന് ടൈറ്റാനിക്കിന്റെ വേഗം മുഴുവൻ സ്പീഡിലേക്ക് ആക്കുവാണ്. ഹൈ സ്പീഡിൽ ടൈറ്റാനിക് ഇങ്ങനെ പോകാൻ തുടങ്ങി. ഈ ഫസ്റ്റ് ക്ലാസ്സും 3rd ക്ലാസ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇതിന്റെ ഒക്കെ അടിയിൽ വേറെയും കുറച്ച് ജീവിതങ്ങളുണ്ട്. ഒടുക്കത്തെ ചൂടിൽ ഈ ടൈറ്റാനിക് ഇങ്ങനെ മുന്നോട്ട് കുതിപ്പിക്കാൻ വേണ്ടി കൽക്കരി എടുത്ത് തീ കത്തിച്ച് മെഷീനുകൾ കറക്കി കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവരെയും നമ്മൾക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ടൈറ്റാനിക്കിന്റെ ഏറ്റവും മുൻഭാഗത്തേക്ക് ജാക്കും ഫ്രണ്ടും കൂടി ഓടി വരുവാണ്. അവിടെ നിന്ന് ഒടുക്കത്തെ വ്യൂ ആണ് കാണാൻ പറ്റുക. അവർ നോക്കിയപ്പോ കപ്പലിന്റെ മുന്നിൽ കൂടെ ഡോൾഫിനുകൾ ഇങ്ങനെ ചാടി ചാടി വരുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു കാര്യം പറയാം. എന്തിനാണ് ഡോൾഫിനുകൾ കപ്പലുകളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുന്നതെന്ന് അറിയോ? അത് എന്തിനാന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കപ്പൽ ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ മുന്നിൽ
മുന്നിക്കോടെ വെള്ളം ഇങ്ങനെ തിരമാലകളായിട്ട് പോയിക്കൊണ്ടിരിക്കും. ആ തിരമാലകളുടെ ഫോഴ്സിനൊപ്പം പ്രത്യേകിച്ച് ഒരു പണിയെടുക്കാതെ യാത്ര ചെയ്യാനാണ് ഡോൾഫിനുകൾ കപ്പലിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ ജാക്കിന് ഭയങ്കര സന്തോഷമായി. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. ഈ കപ്പലിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് കയറി നിൽക്കുമ്പോൾ ജാക്കിന് ഭയങ്കരമായിട്ട് ആവേശം വരുവാണ്. ഐ ആം ദി കിങ് ഓഫ് ദിസ് വേൾഡ്, അതായത് ഞാൻ ഈ ലോകത്തിന്റെ രാജാവാണെന്നാണ് ജാക്ക് ഇങ്ങനെ അലറി വിളിച്ച് പറയുന്നത്. അതിപ്പോ നമ്മളായാലും ഈ ടൈറ്റാനിക്കിന് മുന്നിൽ ഇങ്ങനെ പോയി നിന്ന അങ്ങനെ തോന്നിപ്പോവും. ടൈറ്റാനിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ഒരുപാട് പുക ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന 4 പുകക്കുഴലുകൾ ഈ കപ്പലിന്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു. ഈ സമയത്ത് ടൈറ്റാനിക്കിന്റെ നിർമ്മാതാവ്, അതായത് ഈ ടൈറ്റാനിക് നിർമ്മിക്കാൻ വേണ്ടി പണം മുടക്കിയിട്ടുള്ള മിസ്റ്റർ ഇസ്മായി പണക്കാരായ ആളുകളോട് കപ്പലിനെ പറ്റി പൊക്കിയടിക്കാൻ തുടങ്ങി. അവരുടെ ഒപ്പം ഈ കപ്പൽ പണി കഴിപ്പിച്ചിട്ടുള്ള, അതായത് ഈ കപ്പലിന്റെ ആർക്കിടെക്ട് ആയിട്ടുള്ള മിസ്റ്റർ ആൻഡ്രൂസ് ഇരിക്കുന്നുണ്ട്. ആൻഡ്രൂസ് ഒരു പാവമാണ്. അപ്പോ ആൻഡ്രൂസ്, ഞാൻ പറഞ്ഞു വന്നത്, ഇതുവരെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ചലിക്കുന്ന വസ്തുവാണ് നമ്മളുടെ ഈ ടൈറ്റാനിക്. അതിലാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ക്രെഡിറ്റ് ഇതുണ്ടാക്കിയിരിക്കുന്ന മിസ്റ്റർ ആൻഡ്രൂസിന് കൊടുത്തേ പറ്റൂ. അയ്യോ സാർ, അങ്ങനെ പറയില്ല. ഇതൊക്കെ മിസ്റ്റർ ഇസ്മായുടെ ഐഡിയ ആണ്. ആൾ പണം മുടക്കിയില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇതുണ്ടാക്കുന്ന സമയത്ത് ഒരു വലിയ കപ്പൽ ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നില്ല ഞങ്ങളുടെ ഉദ്ദേശം. ഇത്ര വലിയ കപ്പലാണെങ്കിൽ പോലും ഇതിന്റെ ഭംഗിക്കും തലയെടുപ്പിനും ഒരു കുറവും വരാൻ പാടില്ലെന്നായിരുന്നു എന്റെയും പ്രത്യേകിച്ച് മിസ്റ്റർ ഇസ്മായിയുടെ ആഗ്രഹം. എന്തായാലും എല്ലാം അതുപോലെ തന്നെ നടന്നു. ദൈവത്തിന് നന്ദി. ഈ കഥകളൊക്കെ കേട്ട് നമ്മുടെ കാൾഡനും റോസിന്റെ അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് റോസ് ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ തുടങ്ങി. റോസിന്റെ അമ്മയ്ക്ക് നാണക്കേടായി. ഒരു പെണ്ണായിട്ടുള്ള റോസ് ഇത്ര ആൾക്കാരുടെ നടക്കിരുന്ന് ഇങ്ങനെ പുകവലിക്കാൻ പാടുണ്ടോ? ഇങ്ങനെയാണ് റോസിന്റെ അമ്മ ചിന്തിക്കുന്നത്. പക്ഷെ അവര് പറഞ്ഞിട്ടൊന്നും റോസ് കേൾക്കുന്നില്ല. റോസ് അമ്മയുടെ മുഖത്തേക്ക് സിഗരറ്റ് വലിച്ച് പുകയൂതി കൊടുക്കുന്നു. അമ്മയും ഫ്രീ ആയിട്ട് കുറച്ച് സിഗരറ്റ് വലിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ കാൾഡനും ഇത് ഇഷ്ടപ്പെട്ടില്ല. അവൻ പെട്ടെന്ന് റോസിന്റെ വായിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കെടുത്തുവാണ്. എന്താ റോസ്, ഇപ്പൊ തൽക്കാലം മരിക്കണ്ട, നീ എന്തിനാ വെറുതെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഇത് കണ്ടപ്പോൾ അടുത്തിരുന്ന മോളിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. മിസ്റ്റർ കാൾഡൻ, റോസിനെ വലിക്കണമെങ്കിൽ വലിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ തടയുന്നത്? അതിന് റോസിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങളല്ലല്ലോ, ഞാനല്ലേ? അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ എന്റെ ഇഷ്ടത്തിന് ചെയ്യേണ്ടി വരും. അല്ല, എനിക്കൊരു സംശയം, ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന പേര് ഇതാരെ കണ്ടുപിടിച്ച്? എന്തായാലും നല്ല അടിപൊളി പേര്. അത് ഞാൻ കണ്ടുപിടിച്ചതാ. ഇത്രയും വലിയൊരു കപ്പൽ, അതും ഇത്രയും ആഡംബരമുള്ള മനോഹരമായിട്ടുള്ള കപ്പൽ. അപ്പോ അതിന്റെ ശക്തിക്കനുസരിച്ചുള്ള ഒരു പേര് വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോ ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു പേര് എന്റെ മനസ്സിൽ വന്നു. ഇയാളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് റോസ് ആരോടും പറയാതെ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അന്നത്തെ കാലത്ത് സ്ത്രീകൾ ഇങ്ങനെ പെരുമാറുന്നത് ബാക്കിയുള്ളവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് കരുതാറുള്ളത്. അതുകൊണ്ട് റോസിന്റെ അമ്മ അവരോടൊക്കെ സോറി പറയുന്നുണ്ട്. മിസ്റ്റർ കാൾഡൻ, റോസിനെ കെട്ടിക്കഴിഞ്ഞാൽ അവളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഇത്തിരി പാടുപെടും. പെണ്ണുങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഈ സമയത്ത് 3rd ക്ലാസ്സിൽ ജാക്ക് ഇരുന്ന് പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് വരയ്ക്കുന്നത് കണ്ടറിയാം അവനൊരു എക്സ്പെർട്ട് ആയിട്ടുള്ള പെയിന്ററാണ്. നന്നായിട്ട് വരയ്ക്കും. അവന്റെ ചുറ്റും കാണുന്ന ആളുകളെയും സംഭവങ്ങളെയും ഒക്കെയാണ് ആ സ്പോട്ടിൽ തന്നെ നോക്കി നിന്ന് അവൻ വരയ്ക്കാറുള്ളത്. ഈ സമയത്ത് 1st ക്ലാസ്സിലെ പണക്കാരുടെ പട്ടികളെ 3rd ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ പട്ടികളുടെ ബാത്റൂമാണ് 3rd ക്ലാസ്. പെട്ടെന്ന് 3rd ക്ലാസ്സിലെ വേറൊരു യാത്രക്കാരനായിട്ടുള്ള മിസ്റ്റർ ടോമിക്ക് ദേഷ്യം വന്നു. ഇതെന്ത് കഷ്ടമാണ്, ഇവിടെ പട്ടിക്കാട്ടത്തിന്റെ മണം അടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. 1st ക്ലാസ്സിലെ പട്ടികൾക്ക് കാര്യം സാധിക്കാൻ വേണ്ടി ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. ഇറ്റ്സ് ഓക്കെ ബ്രദർ, നമ്മൾക്കൊക്കെ ഇവർ പട്ടികളുടെ വലിയ തരുന്നുള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, കുഴപ്പമൊന്നുമില്ല. ബൈ ദ വേ, ഐ എം ജാക്ക് ഡോസൺ, ഇതെന്റെ കൂട്ടുകാരൻ ഫെബ്രിസിയോ. ഹലോ, ഐ എം ടോമി. എങ്ങനെയെങ്കിലും അമേരിക്കയിൽ എത്തിയിട്ട് വേണം എനിക്കൊന്ന് പണക്കാരനാവാൻ. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്കും 1st ക്ലാസ്സിൽ ഞെളിഞ്ഞിരുന്ന് വരണം. പെട്ടെന്ന് അവിടേക്ക് ഒരു മാലാകയെ പോലെ റോസ് വരുവാണ്. അവൾ 1st ക്ലാസ്സിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മുടെ ജാക്കിന്റെ കണ്ണുകൾ റോസിന്റെ മേൽ പതിക്കുവാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ റോസിനെ ജാക്കിന് ഭയങ്കര ഇഷ്ടമായി. അതുപോലെയുള്ള സൗന്ദര്യമാണ് നമ്മുടെ റോസിനുള്ളത്. റോസും പെട്ടെന്ന് ജാക്കിനെ നോക്കി. ഇതാണ് ആദ്യമായിട്ട് ജാക്കും റോസും തമ്മിൽ നോക്കുന്ന സീൻ. പെട്ടെന്ന് ടോമി ഇടയ്ക്ക് കയറി. പൊന്നു മോനെ ജാക്ക്, നീ അവളെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ 1st ക്ലാസ്സിലെ മാലാകമാരാണ്. നമ്മൾക്കൊക്കെ അവൾമാരെ നോക്കാൻ മാത്രമേ യോഗമുള്ളൂ. നീ ഇപ്പൊ നോക്കിയിരുന്നോണ്ട് സമയം പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആ നേരം കൊണ്ട് നീ നല്ല 4 പടം വരച്ച് കാശുണ്ടാക്കാൻ നോക്ക്. പക്ഷെ റോസിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ ജാക്കിനെ കൊണ്ട് സാധിച്ചില്ല. പെട്ടെന്ന് കാൾഡൻ ഓടിക്കയറി വന്ന് റോസിനോട് ഉള്ളിൽ പോയിരിക്കാൻ പറയുന്നു. ഒട്ടും ഇഷ്ടമില്ലാതെ റോസ് ഉള്ളിലേക്ക് കയറിപ്പോയി. ഇപ്പൊ റോസ് കുറെ പണക്കാരുടെ ഇടയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ ഇങ്ങനെ ഇരിക്കുവാണ്. അന്ന് എന്റെ മനസ്സിലെ അവസ്ഥയെ പറ്റി എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. കുറെ പണക്കാരും അവരുടെ ഒരു അർത്ഥവും ഇല്ലാത്ത കുറെ സംസാരവും, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് കാണിക്കാൻ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വലിയ വലിയ കാര്യങ്ങൾ. അവർക്ക് എപ്പോഴും ബിസിനസിനെ പറ്റിയും പൈസയെ പറ്റിയും മാത്രമാണ് പറയാനുണ്ടായിരുന്നുള്ളൂ. അവരുടെ വലിയ വീടുകളും കാറും അങ്ങനെ എല്ലാ സംസാരവും പണത്തിനെ ചുറ്റിപ്പറ്റി മാത്രം. എനിക്ക് അവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. കാൾഡനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതം മൊത്തം ഇത് മാത്രമായിരിക്കും. അതാലോചിച്ചപ്പോ എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല. ഒരു കുഴിയിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ആരും ഇല്ലാത്തതുപോലെ അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. റോസ് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. റോസ് ഇങ്ങനെ ഓടി വരുന്നത് ആരും കണ്ടില്ല. കണ്ടവര് തന്നെ റൂമിലേക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയായിരുന്നില്ല. റോസ് നേരെ ഓടി വരുന്നത് 3rd ക്ലാസ്സിലേക്കാണ്. അത് കഴിഞ്ഞ് ഈ കപ്പലിന്റെ ഏറ്റവും മുൻഭാഗത്തേക്ക് റോസ് ഓടി കയറി വന്നു. അവൾ വന്നിരിക്കുന്നത് കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനാണ്. റോസിന്റെ മനസ്സ് അത്രത്തോളം വിഷമിച്ച് എല്ലാ പ്രതീക്ഷയും പോയിരിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ടായിരിക്കും
അതുകൊണ്ടായിരിക്കും റോസ് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. സിഗരറ്റ് വലിച്ച് ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുന്ന ജാക്ക് റോസ് ഇങ്ങനെ ഓടുന്നത് കാണുന്നുണ്ട്. അവനും റോസിന്റെ പിന്നാലെ ഓടി വന്നു. അങ്ങനെ ചാടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന റോസിന്റെ അടുത്തേക്ക് ജാക്ക് പതുക്കെ നടന്നു വരുവാണ്. ഹേയ് മാം, നിങ്ങൾ ആരായാലും ദയവ് ചെയ്ത് ചാടരുത്. എന്റെ അടുത്തേക്ക് വരണ്ട, അവിടെ തന്നെ നിൽക്ക്, ഇല്ലെങ്കിൽ ഞാൻ ചാടും. ഓക്കെ, ഞാൻ അടുത്തേക്ക് വരുന്നില്ല, പക്ഷെ നിങ്ങളിപ്പോ ചാടരുത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേക്ക്. സത്യമായിട്ട് നീ എന്റെ അടുത്തേക്ക് വന്നാൽ ഞാനിപ്പോ ചാടിച്ചാവും. ഏയ്, നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ ചാടിച്ചാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പറയും നീ ആരാ? ഞാൻ ചാടാതിരിക്കും. അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. ഒരാളെ കണ്ടറിഞ്ഞൂടെ? നീ എന്റെ ശ്രദ്ധ തെറ്റിക്കാൻ നോക്കുകയാണ്. ഒന്ന് പോയി തരുമോ? എനിക്ക് ഈ ജീവിതം മതിയായി. സോറി മാം. എന്തായാലും ഈ കാഴ്ച കണ്ടതുകൊണ്ട് നിങ്ങളെ ഇവിടെ വിട്ടിട്ട് പോരാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ ചാടുവാണെങ്കിൽ ഞാനും കൂടെ ചാടും. ചുമ്മാ മണ്ടത്തരം പറയില്ല. എന്റെ കൂടെ ചാടി നീയും ചാവില്ലേ? ചാവോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നീന്താൻ അറിയാം. നീന്താൻ അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത്രയും ഉയരത്തിന്ന് കപ്പലിന്റെ മുന്നിലേക്ക് വീണ തന്നെ ചത്തുപോകും. അത് ശരിയായിരിക്കും, പക്ഷെ അതിനേക്കാളും എന്നെ പേടിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ വെള്ളത്തിന്റെ തണുപ്പാണ്. ചിലപ്പോ ആ തണുപ്പടിച്ചിട്ടായിരിക്കും നമ്മൾ ചത്തുപോകുന്നത്. ശരിക്കുമാണോ? തണുപ്പ് എന്ന് പറഞ്ഞാൽ എത്ര തണുപ്പുണ്ടാവും? ഓ, എത്ര തണുപ്പാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല, പക്ഷെ ഈ വെള്ളമൊക്കെ ഐസായി പോയില്ലേ? ഏകദേശം അത്രയ്ക്ക് തണുപ്പുണ്ടാവും. നമ്മളുടെ ശരീരത്തിലെ ചോരയൊക്കെ ഇങ്ങനെ ഐസായിട്ട് എല്ലൊക്കെ ഐസ് പോലെ പൊടിയും. എന്റെ അമ്മ ആലോചിക്കാനേ പറ്റുന്നില്ല. എന്തേ ചാടുന്നില്ലേ? അതൊക്കെ ഞാൻ ചാടിക്കോളാം. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എനിക്കിതൊക്കെ അറിയാം. ഞാൻ കുട്ടിക്കാലത്ത് എന്റെ അച്ഛന്റെ കൂടെ ഐസ് ഫിഷിംഗ് ചെയ്യാനൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് ഐസ് ഉള്ള സ്ഥലത്ത് ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ വീഴും. ആ തണുപ്പ് പറയാനേ പറ്റില്ല. എന്തായാലും നിങ്ങളെ കണ്ടിട്ട് അധികം പുറത്തൊന്നും ഇറങ്ങാത്ത ഒരു പെണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലാവും? ഇനി നിങ്ങളൊന്നും താങ്കളൊന്നും ഒന്നും വിളിക്കണ്ട, മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ ഇപ്പൊ ഈ വെള്ളത്തിലേക്ക് ചാടുവാണെങ്കിൽ വെള്ളത്തിന്റെ തണുപ്പ് വെച്ച് 1000 കത്തിയെടുത്ത് നിന്നെ ഓരോ സൈഡിൽ നിന്നും കുത്തുന്ന പോലെ തോന്നും. അത്രയ്ക്ക് വേദനയായിരിക്കും. അനങ്ങാനും പറ്റില്ല, ചിന്തിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അങ്ങനെ വേദനിച്ച് മരിക്കേണ്ടി വരും. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് വേറെ വഴിയില്ല. നീ ചാടിയാൽ ഞാനും ചാടും. നിനക്ക് വട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്ക് വട്ടായിരിക്കും, പക്ഷെ ഞാനല്ലല്ലോ ഇപ്പൊ വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ ആർക്കാ ശരിക്കും വട്ട്? മാം, ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് ചാടണമെന്ന് ഒരു ആഗ്രഹമില്ല. അത് പെട്ടെന്ന് തോന്നിയതായിരിക്കും. എനിക്ക് കയറ്റാം, ഞാൻ നിങ്ങളെ പിടിച്ചു കയറ്റാം. അങ്ങനെ റോസ് ജാക്ക് പറയുന്നത് കേട്ട് തിരിച്ച് കയറി വരാൻ ഒരുങ്ങി. അങ്ങനെ ജാക്ക് റോസിന്റെ കൈ പിടിച്ച് അവളെ തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുവാണ്. ബൈ ദ വേ, എന്റെ പേര് ജാക്ക് ഡോസൺ. ഓക്കെ ജാക്ക്, എന്റെ പേര് റോസ് ഡേവിഡ് പോക്കറ്റർ. എന്റെ അമ്മു, ഈ ഗമണ്ടം പേരൊന്നും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അതൊന്ന് എഴുതി തന്ന നന്നായിരുന്നു. പെട്ടെന്ന് കയറുന്നതിന്റെ ഇടയ്ക്ക് റോസിന്റെ കാൽ തെറ്റി അവൾ നേരെ താഴേക്ക് വീഴാൻ പോവാണ്. അവൾ ഇപ്പൊ ജാക്കിന്റെ കൈ പിടിച്ചാണ് തൂങ്ങിക്കിടക്കുന്നത്. റോസിന് ഭയങ്കര പേടിയായി. ജാക്ക് പറഞ്ഞ പോലെ അടിയിലെ വെള്ളത്തിന്റെ തണുപ്പാണ് റോസിനെ ഏറ്റവും അധികം പേടിപ്പിക്കുന്നത്. അവൾ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ജാക്ക് പരമാവധി പറ്റുന്ന പോലെ അവളെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ജാക്ക് ഒരു വിധത്തിൽ റോസിനെ തിരിച്ചു വലിച്ചു കയറ്റി. പക്ഷെ ശബ്ദം കേട്ട് ഓഫീസർമാരൊക്കെ അങ്ങോട്ട് ഓടി വന്നു. അവര് വന്ന് നോക്കുമ്പോ ജാക്ക് റോസിനെ ഉപദ്രവിക്കാൻ നോക്കുന്ന പോലെയാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. അവർ പെട്ടെന്ന് ജാക്കിനെ മാറ്റി അവന്റെ കയ്യിൽ വിലങ്ങ് വെക്കുകയാണ്. പെട്ടെന്ന് കാൾഡനും അയാളുടെ വലങ്കയായിട്ടുള്ള മിസ്റ്റർ ലവ്ജോയും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. കാൾഡന് ദേഷ്യം വന്നു. നീയൊക്കെ ഏതാടാ? ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു പെണ്ണിനെ കണ്ട് അവളുടെ മേലിൽ കൈ വെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അവളെ നോക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ല. പുറത്തായിരുന്നെങ്കിൽ നിന്റെ പണി ഞാൻ നിർത്താന്. കാൾഡൻ പ്ലീസ്, നിങ്ങൾ കാര്യം അറിയാതാണ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ വെറുതെ കാഴ്ച കാണാൻ വേണ്ടി അവിടെ പോയി നിന്നപ്പോ ഞാൻ കാല് തെറ്റി അങ്ങോട്ട് വീഴാൻ പോയതാ. മിസ്റ്റർ ജാക്കാണ് എന്നെ രക്ഷിച്ച്, അല്ലാതെ ജാക്ക് എന്നെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. റോസ്, ഇത് നേരത്തെ പറയണ്ടേ? നിനക്ക് കാഴ്ച കാണാൻ ഫസ്റ്റ് ക്ലാസ്സിലൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് ഓടി വന്നത്? ഇനി മേലെ എങ്ങനെ ചെയ്തോണ്ടല്ലോ. ഐ എം സോറി കാൾഡൻ, തെറ്റ് എന്റെ ഭാഗത്താ. അത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എനിക്ക് ബോറടിച്ചപ്പോ അറിയാതെ പറ്റിപ്പോയതാ. അയാളെ വിടാൻ പറയും. ജാക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ ജാക്ക്, അവർ പറയുന്നതൊക്കെ ശരിയാണോ? ജാക്കിനോട് അതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ റോസ് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ജാക്കും എല്ലാം റോസ് പറഞ്ഞ പോലെ തന്നെയാണ് നടന്നതെന്ന് സമ്മതിച്ചു കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ജാക്കിനെ വെറുതെ വിട്ടു. കാൾഡൻ ലവ്ജോയോട് ജാക്കിന് സമ്മാനമായിട്ട് ഒരു $20 കൊടുക്കാൻ പറയുന്നു. കാൾഡൻ, എന്റെ ജീവന് പകരമായിട്ട് $20 കൊടുക്കുന്നത്? അതാണോ എന്റെ വില? ഓ മൈ ഗോഡ് റോസ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. നിനക്ക് വിഷമമല്ല. എന്നൊരു കാര്യം ചെയ്യാം, അവൻ ഒരിക്കലും കിട്ടാത്തൊരു ഓഫർ. ജാക്ക്, ഫസ്റ്റ് ക്ലാസ്സിൽ ഇന്ന് ഞങ്ങളുടെ കൂടെ ഡിന്നർ പങ്കിടാൻ വേണ്ടി നിന്നെ ഞാൻ ക്ഷണിക്കുവാണ്. നിനക്ക് ജീവിതത്തിൽ അതിന് പറ്റില്ല, എന്നാലും ഇതൊരു നല്ല അവസരമാണ്, മിസ്സാക്കണ്ട. അങ്ങനെ പറഞ്ഞ് കാൾഡൻ റോസിനെ കൂട്ടിക്കൊണ്ടുപോയി. ജാക്ക് ലവ്ജോയെ വിളിച്ച് സിഗരറ്റ് ആവശ്യപ്പെടുവാണ്. ജാക്ക് 2 സിഗരറ്റ് എടുക്കുന്നുണ്ട്. മിസ്റ്റർ ലവ്ജോയ്ക്ക് ജാക്കിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അയാൾക്ക് നല്ല സംശയമുണ്ട്. എടാ ചക്ക, റോസ് പെട്ടെന്ന് കാല് തെറ്റി താഴെ വീണപ്പോഴല്ലേ നീ കണ്ടത്? അതിന്റെ ഇടയ്ക്ക് നിനക്ക് നിന്റെ ഷൂസിന്റെ വള്ളി അഴിക്കാനും നിന്റെ ജാക്കറ്റ് ഊരാനും ഒക്കെ എപ്പോ സമയം കിട്ടി? നീ പറയുന്നത് ശുദ്ധ നുണയാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. നിന്റെ മേലെ എന്റെ ഒരു കണ്ണുണ്ടായിരിക്കും, ഓർത്തു വെച്ചോ. അങ്ങനെ പറഞ്ഞ് ലവ്ജോയ് പോയി. അന്ന് രാത്രി റോസ് അവളുടെ റൂമിൽ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് കാൾഡൻ അങ്ങോട്ട് കയറി വരുന്നത്. ഹേയ് റോസ്, നീ ഇടയായിട്ട് ഭയങ്കര വിഷമത്തിലാണല്ലോ. അതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് കണ്ട് എന്തായാലും നിനക്ക് സന്തോഷമാവും. ഇത് അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന നമ്മുടെ എൻഗേജ്മെന്റ് പാർട്ടിക്ക് തരാമെന്ന് വിചാരിച്ച്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്കിതിപ്പോ തന്നെ നിനക്ക് തന്ന് നിന്നെ സന്തോഷിപ്പിക്കണം. ഇതെന്താന്ന് മനസ്സിലായോ? വൗ, ഇതൊരു ഡയമണ്ട് അല്ലേ? ഇത് കണ്ടിട്ട് ഒരുപാട് വിലയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെ ഇതിന്റെ വിലയെ പറ്റി പറഞ്ഞ നീ ഇവിടെ ബോധം കെട്ട് വീഴും. ഇത് 1/3 ഡയമണ്ട് ആണ്, 56 കാരറ്റ്സ്, നല്ല ഒറിജിനൽ ഡയമണ്ട്. ഇതിപ്പോ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ലൂയി 16 കീഴടത്തി വെച്ചിരുന്നതാണിത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ആളുകൾ അതെടുത്ത് ഇതുപോലൊരു മാലയാക്കി. ഇതിന്റെ പേരെന്താണെന്നറിയോ? സമുദ്രത്തിന്റെ ഹൃദയം, ഐ മീൻ ഹാർട്ട് ഓഫ് ദി ഓഷ്യൻ. യെസ്, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഹാർട്ട് ഓഫ് ദി ഓഷ്യൻ. ഇത്രയും വില പിടിച്ച സമ്മാനമൊന്നും എനിക്ക് വേണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറയുന്നത്? ഈ കാൾഡൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഞാൻ എന്ത് വേണമെങ്കിലും മേടിച്ചു തരും. അത് എത്ര വില കൂടിയ സമ്മാനമായാലും ശരി, അതെനിക്കൊരു പ്രശ്നമല്ല. റോസ്, നീ ആഗ്രഹിക്കുന്ന എല്ലാം എനിക്ക് തരാൻ പറ്റും, പക്ഷെ എനിക്ക് വേണ്ടത് നിന്റെ സ്നേഹമാണ്. നീ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ. റോസ്, ഈ ഹാർട്ട്
ഓഫ് ദി ഓഷ്യനേക്കാളും വിലപ്പെട്ടത് നിന്റെ ഹാർട്ടാണ്, നിന്റെ ഹൃദയമാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ഹാർട്ട് ഓഫ് ദി ഓഷ്യൻ എന്ന് പറയുന്ന ആ മാല വെറൊരു മാലയല്ല, കേട്ടാൽ ഞെട്ടിപ്പോകുന്നത്ര കോടികൾ വിലമതിക്കുന്ന ആ ഡയമണ്ട് നെക്ലേസ് കാൾഡൻ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന റോസിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഈ ഹാർട്ട് ഓഫ് ദി ഓഷ്യൻ എന്ന് പറയുന്ന മാല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രോക്കൺ ടീമും കൂടി കുറെ വട്ടം ടൈറ്റാനിക് തേടി കടലിന്റെ അടിയിലേക്ക് പോയത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് അവരിപ്പോ റോസ് മുത്തശ്ശിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുത്തി കഥ പറയിപ്പിക്കുന്നത്. അടുത്ത ദിവസമായി ജാക്കും റോസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റോസ് ചിലപ്പോൾ വിശ്വസിക്കില്ല, പക്ഷെ എനിക്ക് 15 വയസ്സുള്ളപ്പോ എന്റെ അച്ഛനും അമ്മയും മരിച്ചു. അത് കഴിഞ്ഞ് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ നാട് വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ കാറ്റത്ത് പറക്കുന്ന അപ്പൂപ്പന്താടിയെ പോലെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പറന്നു നടക്കും. അല്ല റോസ്, നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഞാൻ എന്റെ കഥയും പറഞ്ഞു. റോസ് ഇപ്പൊ എന്നെ കാണാൻ വന്നത് എന്തിനാ? എന്തോ പറയാനുള്ള പോലെ എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും പറഞ്ഞു. അതൊന്നുമില്ല ജാക്ക്, ഞാൻ മരിക്കാതെ ജീവനോടെ നിൽക്കുന്നതിന് ഒരേ ഒരു കാരണം ജാക്കാണ്. നീ എന്നെ കപ്പലിലേക്ക് തിരിച്ചു വലിച്ചു കയറ്റിയതിന് മാത്രമല്ല ഞാൻ നന്ദി പറയുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതൊന്നും നീ വേറെ ആരോടും പറഞ്ഞില്ലല്ലോ. അതിന് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല. അതിന് താങ്ക്സ് ഒന്നും വേണ്ട. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യാറുണ്ട്. അതുപോലെ കരുതിയാൽ മതി. എന്തായാലും റോസ് ജീവനോടെ ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഓക്കെ ജാക്ക്, പക്ഷെ നീ ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് എനിക്ക് ശരിക്കും അറിയാം. ഈ പണക്കാരി പെണ്ണിന് ജീവിതത്തിനെ പറ്റി ഒന്നും അറിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വലുതാക്കി അവസാനം മരിക്കാൻ വരെ പോയി. ഇവളൊരു മണ്ടിയാണ്, അങ്ങനെയൊക്കെയല്ലേ നീ വിചാരിക്കുന്നത്? ഇത്രയും പൈസയുള്ള ഇവൾ എന്തിനായിരിക്കും മരിക്കാൻ പോകുന്നത് നീ എന്തായാലും വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ വിചാരിച്ചെന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്. മരണമല്ലാതെ വേറെ ഒരു വഴിയുമില്ല നീ പെണ്ണിന് തോന്നാൻ. എന്തായിരിക്കും കാരണം? ഇതാണ് ഞാൻ ചിന്തിച്ചത്. ജാക്ക്, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം. ഈ പണക്കാരുടെ ഇടയ്ക്ക് ഒന്ന് ശ്വാസം വരണമെങ്കിൽ പോലും അതിന് പ്രത്യേക രീതികളുണ്ട്. എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ കല്യാണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കാൾഡന്റെ വൈഫായിട്ട് ബാക്കിയുള്ള ജീവിതം, അതും ഈ പണക്കാരുടെ നടുക്ക്. എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒരു കൂട്ടം ആളുകളുടെ ഇടയ്ക്ക് നിന്ന് ഞാൻ നിലവിളിക്കുമ്പോഴും അതാരും കേൾക്കാത്ത പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടാവുന്നത്. ഇതാരോടും പറഞ്ഞിട്ട് അവർ കേൾക്കൊന്നുമില്ല. എന്റെ അമ്മയ്ക്ക് പോലും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. കുഴപ്പമില്ല റോസ്, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അവൻ ഇഷ്ടമാണോ? കാൾഡന് നിനക്ക് ശരിക്കും ഇഷ്ടമാണോ? ജാക്ക്, നീ ഇപ്പൊ ഇത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഇത്? അതിന് ഞാൻ തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നിനക്ക് അവൻ ഇഷ്ടമാണോ അല്ലയോ അത് പറഞ്ഞ പോരെ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പെണ്ണോട് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ജാക്ക്? ഇതിലിപ്പോ അത്ര വലിയ എന്ത് കാര്യമുള്ളത്? അതിനങ്ങോട്ട് ഉത്തരം പറഞ്ഞ പോരെ. യെസ് ഓർ നോ. അവൻ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല. മിസ്റ്റർ ജാക്ക് ഡോസൻ, നിങ്ങൾ ഞാൻ തമ്മിൽ മുൻപ് ഒരു പരിചയമില്ല. ഇന്നലെ നമ്മൾ ഈ കപ്പലിൽ വെച്ച് കണ്ടതും നിങ്ങൾ എന്നെ രക്ഷിച്ചതും അല്ലാതെ ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. നിങ്ങൾ ഇത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, മനസ്സിലായോ? ഞാൻ നിങ്ങളോട് നന്ദി പറയാനാ വന്നേ. ഇപ്പോ നന്ദി പറഞ്ഞിരിക്കുന്നു. ജാക്ക്, ഇനി മുതൽ പെണ്ണുങ്ങളോട് മാന്യമായ ചോദ്യങ്ങൾ വേണം ചോദിക്കാൻ. ഞാൻ പോവാണ്. ഓക്കെ റോസ് ഡെവിറ്റ്, എന്നെ നൈസായിട്ട് ഇൻസൾട്ട് ചെയ്തല്ലേ? ഞാൻ ഇത്രയും മാന്യത ഇല്ലാത്ത ആളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ പ്രശ്നമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ശരി, പിന്നെ എന്തെങ്കിലും കാണാം. നിന്നെ ഞാൻ ഇനി കാണാൻ വഴിയില്ല മോനെ, ഞാൻ പോവാ. അല്ല ഒരു മിനിറ്റ്, ഞാൻ എന്തിനാ പോകുന്നത്? ഇത് ഞാനും പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന കപ്പല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിൽക്കും. അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ. നിന്റെ കയ്യിൽ എന്താ ഈ ബുക്ക് ഇരിക്കുന്നത്? നീ എന്താ വല്ല പരീക്ഷയ്ക്ക് പഠിക്കുവാണോ? അതങ്ങോട്ട് നോക്കട്ടെ. ആ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ജാക്ക് വരച്ച ചിത്രങ്ങളാണ് റോസിന് കാണാൻ പറ്റുന്നത്. നമ്മൾ കണ്ട പോലെ റോസിന് പെയിന്റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ജാക്ക് ആണെങ്കിൽ അടിപൊളിയായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യും. ജാക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവൻ നേരിട്ട് കണ്ടിട്ടുള്ള സ്ത്രീകളുടെ ചിത്രങ്ങളാണ് അതിൽ കൂടുതലും വരച്ചിരിക്കുന്നത്. ജാക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടെന്ന് കേട്ടപ്പോൾ റോസ് അത്ഭുതപ്പെട്ടു പോയി. നിനക്ക് എങ്ങനെ ഈ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്നത്? നിനക്ക് നീ പറഞ്ഞു മടിക്കണ്ട. നിനക്ക് കയ്യിൽ പൈസയൊന്നും ഇല്ലാതിരുന്നിട്ടും എങ്ങനെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലേ? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് പോട്ടെ. എന്തായാലും നിന്റെ വരയൊക്കെ നല്ല ഇഷ്ടമായി. ഈ സ്ത്രീകളൊക്കെ പടം വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് തരൂ. അവർക്ക് നീ പൈസ കൊടുക്കൂ. ഇതിൽ ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോ ഞാൻ വരച്ചത് പാരീസിലായിരുന്നപ്പോഴാണ്. അവിടെ പൈസ കൊടുത്താൽ സ്ത്രീകൾ ഇഷ്ടമുള്ള പോലെ വന്നിരിക്കും. വേണമെങ്കിൽ തുണി ഉടുത്തിരിക്കും, വേണമെങ്കിൽ തുണി ഉടുക്കാതെയും ഇരിക്കും. പൈസ കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ അവർ പറയുന്നത് പോലെ അവർക്ക് ചിത്രം വരച്ചു കൊടുക്കും. അല്ലെങ്കിൽ എന്റെ ഇഷ്ടത്തിന് ചിത്രം വരയ്ക്കും. എന്തായാലും കൊള്ളാം. ദേ ഈ കാണുന്ന പെണ്ണുമായിട്ട് നിനക്ക് എന്തോ ഒരു ലവ് ഉണ്ടായിരുന്നു തോന്നല്ലോ. അവളുടെ കുറെ ഫോട്ടോ നീ വരച്ചിട്ടുണ്ട്. ലവ് ഒന്നുമില്ല. നിനക്കറിയോ, ഈ പെണ്ണിനൊരു കാലില്ലായിരുന്നു, പക്ഷെ അവളുടെ കൈകളും മുഖവും വളരെ മനോഹരമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ചിത്രം വരയ്ക്കാൻ വേണ്ടി വരും. ഞാൻ ചിത്രം വരച്ചു കൊടുക്കും. അവർക്ക് സന്തോഷമാവും, എനിക്കും കുറച്ച് പൈസ കിട്ടും. ഞാനിത് പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. പിന്നെ ഇത് കണ്ടോ, ഈ വയസ്സായ സ്ത്രീ എന്നും വന്ന് ഒരു റെസ്റ്റോറന്റിൽ ഇങ്ങനെ ഇരിക്കും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായവരുടെ ഹസ്ബൻഡിനെ കാത്താണ് അവരിങ്ങനെ എന്നും വന്നിരിക്കുന്നത്. അവരുടെയും ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ജാക്ക്, നിനക്കത് ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. നിനക്കൊരു കഴിവുണ്ട്. നിനക്ക് ശരിക്കും ആളുകളുടെ ഉള്ളിലേക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ശരിയായിരിക്കും, എനിക്ക് നിന്നെയും കാണാൻ പറ്റുന്നുണ്ട്. ആണോ? എന്നാ എന്നെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറ. അത് ശരിയാണോന്ന് ഞാൻ പറയാം. എനിക്കിപ്പോ പെട്ടെന്ന് നിന്നെ കണ്ടിട്ട് പറയാൻ പറ്റുന്നത്, ഇന്നലെ ചാടാനുള്ള ധൈര്യമൊന്നും നിനക്കില്ലായിരുന്നു. നീ കടലിലേക്ക് എടുത്ത് ചാടില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇത് കേട്ട് റോസ് ഞെട്ടിപ്പോയി. കാരണം ജാക്ക് പറഞ്ഞത് ശരിയായിരുന്നു. ആ കടലിലേക്ക് ചാടാനുള്ള ധൈര്യമൊന്നും റോസിന് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ജാക്ക് അവിടേക്ക് വന്നില്ലെങ്കിലും റോസ് ഒരു പക്ഷേ ചാടില്ലായിരുന്നു. ആ കാര്യം കറക്റ്റ് ആയിട്ട് ജാക്ക് പറയുകയും ചെയ്തു. സീൻ ചേഞ്ച് ആവുന്നു. അവിടെ ഫസ്റ്റ് ക്ലാസ്സിലിരുന്ന് റോസിന്റെ അമ്മ മറ്റുള്ള പണക്കാരികളോട് ചുമ്മാ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പുത്തൻ പണക്കാരിയായിട്ടുള്ള മോളി ബ്രൗൺ അങ്ങോട്ട് വരുന്നത്. മോളിയുടെ കൂടെ ഇരിക്കാൻ റോസിന്റെ അമ്മയ്ക്കും കൂടെ ഉണ്ടായിരുന്ന പണക്കാരികൾക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവരൊക്കെ പേരുകേട്ട കുടുംബത്തിൽ കാലാകാലങ്ങളായിട്ട് പണക്കാരായവരാണ്. പക്ഷെ മോളിയാണെങ്കിൽ ഇപ്പൊ അടുത്ത് പണക്കാരിയായ ഒരു സ്ത്രീയാണ്. മോളി വന്നപ്പോഴേക്കും അവരൊക്കെ എണീറ്റ് പോകാൻ തുടങ്ങി. പക്ഷെ മോളിയും വിട്ടുകൊടുത്തില്ല. അവരും കൂടെ തന്നെ വെച്ച് പിടിച്ചു. അവിടെ തൊട്ടടുത്തുള്ള ടേബിളിൽ ഈ കപ്പലിന് വേണ്ടി പണം മുടക്കിയ മിസ്റ്റർ ഇസ്മായിയും കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടുള്ള മിസ്റ്റർ സ്മിത്തും ഇരിക്കുന്നുണ്ട്. മിസ്റ്റർ ഇസ്മായിക്ക് എങ്ങനെയെങ്കിലും ടൈറ്റാനിക്കിനെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കപ്പലാക്കി മാറ്റണം. ക്യാപ്റ്റൻ സ്മിത്ത്, അപ്പൊ ഞാൻ പറഞ്ഞു
വന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചോ? നമ്മളുടെ കപ്പലിലെ എല്ലാ എഞ്ചിനുകളും ഇപ്പോഴും പ്രവർത്തിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. യെസ് മിസ്റ്റർ ഇസ്മായി, നമ്മൾ യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കപ്പലിന്റെ വേഗം പെട്ടെന്ന് കൂട്ടാൻ പാടില്ല എന്നാണ്. അത് മാത്രമല്ല, എല്ലാ എഞ്ചിനുകളും പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ലല്ലോ. അത് കപ്പലിന് ഒരു അമിത ഭാരമായിട്ട് മാറും. അത് ശരിയായിരിക്കാം. പക്ഷേ ക്യാപ്റ്റൻ സ്മിത്ത്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കപ്പലിന് ഇപ്പൊ തന്നെ ഒരുപാട് പേരുണ്ട്. ടൈറ്റാനിക്, ഏറ്റവും വലിയ പാസഞ്ചർ കപ്പൽ. പക്ഷെ അത് പോരാ, ഏറ്റവും വേഗത്തിൽ പോകുന്ന പാസഞ്ചർ ഷിപ്പ് എന്ന് നാളെ പത്രങ്ങളൊക്കെ എഴുതിയാലോ? ടൈറ്റാനിക്കിന്റെ പ്രശസ്തി ഒരുപാട് വർദ്ധിക്കും. അത് മാത്രമല്ല, ഇതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നും ആളുകൾ അന്വേഷിക്കും. മിസ്റ്റർ സ്മിത്തിന്റെ അവസാനത്തെ യാത്ര, ക്യാപ്റ്റനായിട്ടുള്ള അവസാനത്തെ യാത്ര എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു യാത്രയാണെങ്കിലോ? അതല്ല വേണ്ടത്. പത്രങ്ങൾക്ക് എഴുതാൻ നമ്മൾക്ക് നല്ല നല്ല വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് കേട്ട് മിസ്റ്റർ സ്മിത്ത് അത് ശരിയാണല്ലോ എന്ന് ശരിക്കും ആലോചിക്കുന്നുണ്ട്. താൻ അവസാനമായിട്ട് ക്യാപ്റ്റൻ ആവുന്ന കപ്പൽ എല്ലാ പത്രങ്ങളിലും നിറയുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണല്ലോ എന്ന് ക്യാപ്റ്റൻ സ്മിത്തും വിചാരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളുടെ ജാക്കും റോസും ഇപ്പോഴും സംസാരിച്ച് തീർന്നിട്ടില്ല. ജാക്ക്, എനിക്കെന്താ നിന്റെ പോലെ ആവാൻ പറ്റാത്തത്? ഇങ്ങനെ ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ള സ്ഥലത്ത് നിൽക്കുക, മറ്റാരും പറയുന്നത് കേൾക്കാതെ ഇഷ്ടമുള്ളത് ചെയ്യുക, ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര ചെയ്യുക. എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റണ്ടേ? ആര് പറഞ്ഞു പറ്റില്ലെന്ന്? നമുക്ക് വേണമെങ്കിൽ പോവാലോ. നമുക്ക് പാർക്കുകളിൽ പോവാം, റോളർ കോസ്റ്റർ കയറാം, ഇഷ്ടം പോലെ ബിയർ അടിക്കാം, ഇഷ്ടം പോലെ വാള് വയ്ക്കാം, വേണമെങ്കിൽ കടൽ തീരത്തും ബീച്ചിലൊക്കെ പോയി കുതിരകളുടെ പുറത്തൊക്കെ കയറി ഇഷ്ടം പോലെ സവാരി ചെയ്യാം. ഇതൊന്നും നീ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ മരിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് കുതിര ഓടിക്കാനൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനെന്താ, നീ ആണുങ്ങളെ പോലെ ഒരു കുതിരയുടെ രണ്ട് സൈഡിലേക്കും കാലിട്ട് നല്ല വേഗത്തിലൊരു പോക്ക് പോകണം. എന്ത് രസമായിരിക്കും എന്നറിയോ? ആണുങ്ങളെ പോലെ കുതിര ഓടിക്കാനോ? ശരിയാ, എനിക്ക് അങ്ങനെ ചെയ്യണം. അത് മാത്രമല്ല, എനിക്ക് ആണുങ്ങളെ പോലെ തുപ്പാനും പഠിക്കണം. എന്തൊക്കെ ഞാൻ ഈ പറയുന്നത്? എനിക്ക് വട്ടായെന്ന് തോന്നുന്നു. നിനക്ക് വട്ടായിട്ടൊന്നുമില്ല. നിനക്ക് ആണുങ്ങളെ പോലെ തുപ്പണം. തുപ്പുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിന്നെ ആണുങ്ങളുടെ പോലെ തുപ്പാൻ ഞാൻ പഠിപ്പിക്കാം. ഇങ്ങോട്ട് വാ. ജാക്ക്, എന്നെ വിട്. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. എന്നെ വിട്, ആളുകൾ കാണുന്നുണ്ട്. അതിനിപ്പോ എന്താ? നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. നോക്ക്, ഇങ്ങനെ വേണം തുപ്പാൻ. അയ്യേ, ഇതൊക്കെ ഒരു തുപ്പലാണോ? ഞാൻ പറയാം. നമ്മൾ ശരിക്കും ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശരിക്കും ഫീൽ ചെയ്ത് നമ്മളുടെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ഒരൊറ്റ തുപ്പ് തുപ്പണം. ആ പോയ പോക്ക് കണ്ടില്ലേ? അത്രയും ദൂരത്തേക്ക് പോകണം. നോക്കട്ടെ. കൊള്ളാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എന്തെങ്കിലും നിനക്ക് എന്റെ പോലെ തുപ്പാൻ പറ്റും. ഇനി ഒന്നും കൂടി ട്രൈ ചെയ്യും. അവരങ്ങനെ തുപ്പിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് റോസിന്റെ അമ്മയും കൂട്ടുകാരും മോളി ബ്രൗണും കൂടി അങ്ങോട്ട് വരുന്നത്. റോസും ജാക്കും കൂടി ഇങ്ങനെ ചെയ്ത് നിൽക്കുന്ന കണ്ടിട്ട് റോസിന്റെ അമ്മയ്ക്ക് തൊലി ഉരിഞ്ഞു പോയി. കാരണം പണക്കാരികളായ പെൺകുട്ടികളൊന്നും ഇങ്ങനെ വേറൊരു പുരുഷന്റെ കൂടെ നിന്ന് തുപ്പി കളിക്കുന്നത് ഒരു നാണക്കേടുള്ള കാര്യമാണല്ലോ. മോളി ബ്രൗണിന് അങ്ങനെ പണക്കാരിയാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നുമില്ല. മോളി ജാക്കിനോട് അവന്റെ മുഖത്തിരിക്കുന്ന തുപ്പൽ തുടച്ചു കളയാൻ പറയുന്നുണ്ട്. പക്ഷെ റോസിന്റെ അമ്മയാണെങ്കിൽ ജാക്കിനെ ഭയങ്കര ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. എന്റെ അമ്മയ്ക്ക് ജാക്കിനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും എന്നെ രക്ഷിച്ച ഒരു ചെറുപ്പക്കാരനെ പോലെയാണ് ജാക്കിനെ നോക്കി കണ്ടതെങ്കിൽ എന്റെ അമ്മ ജാക്കിനെ നോക്കിയത് എത്രയും പെട്ടെന്ന് ഈ കപ്പലിൽ നിന്ന് അടിച്ച് പുറത്താക്കേണ്ട ഒരു പ്രാണിയെ പോലെയാണ്. ഒരുപക്ഷെ അമ്മ വിചാരിച്ചിട്ടുണ്ടാവും ജാക്ക് എന്നെയും കൊണ്ട് കടന്നു കളയുമെന്ന്. അതുകൊണ്ടായിരിക്കും അമ്മ അവനെ അത്രയും ദേഷ്യത്തോട് നോക്കിയത്. അത് കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായി. പെട്ടെന്ന് ഡിന്നർ കഴിക്കാനായിട്ടുള്ള ബെൽ മുഴങ്ങി. ഫസ്റ്റ് ക്ലാസ്സിലുള്ളവരൊക്കെ പ്രത്യേകം ഡ്രസ്സൊക്കെ ധരിച്ചു വേണം ഡിന്നറിന് വേണ്ടി ചെല്ലാൻ. റോസും അമ്മയും കൂടി അങ്ങോട്ട് പോവുകയാണ്. ഈ പറയുന്ന ഡിന്നറിന് വേണ്ടി ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം കാൾഡൻ ജാക്കിനെ ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷെ ജാക്കിന് ഫസ്റ്റ് ക്ലാസ്സിലെ രീതികളെ പറ്റിയൊന്നും ഒരു പിടിയുമില്ല. മോളി ബ്രൗൺ ഒരു പാവമായതുകൊണ്ട് അവർ ജാക്കിനെ സഹായിക്കുവാണ്. ജാക്കിന് മോളിയുടെ മകന്റെ പ്രായം തന്നെ ആയതുകൊണ്ട് തന്റെ മകൻ ഇടാൻ വെച്ചിരിക്കുന്ന ഒരു സ്യൂട്ട് എടുത്ത് അവർ ജാക്കിന് കൊടുക്കുവാണ്. എന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ചെന്ന് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നും അവർ ജാക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് മോട്ടിവേറ്റും ചെയ്യുന്നുണ്ട്. ജാക്കിന് സന്തോഷമായി. വളരെ സുന്ദരമായിട്ടുള്ള സ്യൂട്ടൊക്കെ ധരിച്ച് മുടിയൊക്കെ നന്നായിട്ട് ഈരി വെച്ച് ജാക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറി ചെല്ലുവാണ്. അവിടുത്തെ കാഴ്ചകൾ കണ്ട് ജാക്ക് ഞെട്ടിപ്പോയി. ജാക്കിനെ പോലെ ഒരുത്തിന് അങ്ങോട്ട് കയറി ചെല്ലുന്നത് പോലും ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടുത്തെ കൊത്തുപണികളും ആഡംബരങ്ങളും വില പിടിച്ച ക്ലോക്കും താഴേക്ക് ഇറങ്ങി വരുന്ന മനോഹരമായ കോണിപ്പടികളും അവിടെ നിൽക്കുന്ന പണക്കാരായിട്ടുള്ള ആളുകളെയും ഒക്കെ കണ്ട് ജാക്ക് ആകെ അമ്പരന്ന് പോയി. ജാക്ക് അവിടെ നിൽക്കുന്ന പണക്കാരെയൊക്കെ കണ്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരുടെ നിൽപ്പും നടത്തവും ഒക്കെ ജാക്ക് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുവാണ്. അത് കണ്ടതുകൊണ്ട് തന്നെ ചില പണക്കാരൊക്കെ ശരിക്കും ജാക്കും ഒരു പണക്കാരനാണെന്ന് വിശ്വസിച്ചു പോയി. ഈ സമയത്താണ് കാൾഡനും റോസിന്റെ അമ്മയും കൂടി അങ്ങോട്ട് വരുന്നത്. പക്ഷെ ജാക്കിനെ കണ്ടിട്ടും അവർ മൈൻഡ് പോലും ചെയ്യാതെ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് റോസ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ജാക്ക് കഴിച്ചു കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. ശരിക്കും മാലാഖമാരുടെ പോലെയുള്ള ഭംഗിയാണ് റോസിന്. അവൾ പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ആ കോണിപ്പടിയിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ജാക്കിന് ഒരുപാട് സന്തോഷമായി. റോസിനും ജാക്കിനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ജാക്ക് റോസിന്റെ കയ്യിൽ കിസ് ചെയ്യുന്നു. എന്തുപറ്റി? എനിക്കിതൊക്കെ എങ്ങനെ മനസ്സിലായെന്നല്ലേ, ഞാൻ പണ്ടൊരു സിനിമയെ കണ്ടിട്ടുണ്ട്, അതുപോലെ ചെയ്യാൻ നോക്കിയതാ. എന്തായാലും നിനക്ക് തെറ്റിയിട്ടില്ല. ഇതൊക്കെ പണക്കാരുടെ രീതികളാണ്. കാൾഡൻ, നിങ്ങൾക്ക് ജാക്കിനെ ഓർമ്മയില്ലേ? കഴിഞ്ഞ ദിവസം എന്നെ രക്ഷിച്ചിട്ട് നമ്മൾ ഡിന്നറിന് വേണ്ടി ക്ഷണിച്ച ആ ജാക്കാണ് ഇവൻ. ജാക്ക് ഡോസൻ, എനിക്ക് ഓർമ്മയുണ്ട്. നീ സ്യൂട്ടൊക്കെ ഇട്ട ആളാകെ മാറിപ്പോയല്ലോ. ഇപ്പൊ നിന്നെ കണ്ടാ ശരിക്കും ഏകദേശം ഒരു മാന്യനെ പോലെയൊക്കെ ഉണ്ട്. ഏകദേശം ഒരു മാന്യനോ? ഞാൻ ശരിക്കും ഒരു മാന്യനല്ലെന്നാണോ? ഞാൻ ചുമ്മാ പറഞ്ഞത്. അത് കഴിഞ്ഞ് റോസ് അവിടെ നിൽക്കുന്ന ഓരോ പണച്ചാക്കുകളായിട്ടുള്ള ആൾക്കാരെയും ജാക്കിന് വേണ്ടി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അവരൊക്കെ ആരാണ്, എത്രത്തോളം പണക്കാരാണ്, ആ പണം വെച്ച് അവർ എന്തൊക്കെ ചെയ്തു, ഇവരൊക്കെ എന്തൊക്കെയായിരിക്കും തള്ളിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് റോസ് ജാക്കിന് പറഞ്ഞു കൊടുക്കുന്നത്. ജാക്കിന് ഇതൊക്കെ പുതിയ അറിവുകളാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി. അപ്പോഴേക്കും അവരുടെ കൂടെ മോളി ബ്രൗണും വന്ന് ചേരുന്നുണ്ട്. മോളി ജാക്കിന് ഒരു നല്ല ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും പണമാണ് ദൈവം. പണത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. പണം ഉള്ളവരെയാണ് അവർ ബഹുമാനിക്കൂ. ഇവർ പറയുന്ന കാര്യങ്ങളും പണത്തിനെ പറ്റിയാണ്. അതുകൊണ്ട് നിനക്ക് ഇവിടെയുള്ളവർ വില തരണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു 3 റിസർവ് ബാങ്കുകളെങ്കിലും ഉണ്ടെന്നുള്ള ഭാവത്തിൽ വേണം നടക്കാൻ. അങ്ങനെ ഗമയിൽ നടന്ന എല്ലാവരും വില തരും. മോളി പറയുന്നത് കേട്ട് ജാക്ക്
ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നടക്കാൻ തുടങ്ങി, ശരിക്കും ഒരു പണക്കാരനെ പോലെ. റോസ് ജാക്കിനെ കൊണ്ട് വളരെയധികം പണക്കാരനായിട്ടുള്ള ഒരു യാത്രക്കാരനെ പരിചയപ്പെടുത്തി. ഹായ് മിസ്റ്റർ ജാക്ക്, നിങ്ങളുടെ കുടുംബ പേര് ഡോസൻ എന്നാണോ? ഞാനത് കേട്ടിട്ടില്ല. സാർ, ഞങ്ങൾ വലിയ പേര് കേട്ട കുടുംബക്കാരാണ്, ഡോസൻ കുടുംബം. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് കരുതി എന്റേതൊരു മോശം കുടുംബമാണെന്നില്ലല്ലോ. അതും ശരിയാണ്. യു ആർ സ്മാർട്ട് ജാക്ക്, നീ സ്മാർട്ടാണ്. അങ്ങനെ ഞാൻ ജാക്കിനെ കൊണ്ട് ആ ഫസ്റ്റ് ക്ലാസ് മൊത്തം നടന്നു. അവിടെ ഭക്ഷണം കഴിക്കുന്ന മുറി ജാക്കിനെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ജാക്ക് ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരു പണക്കാരനെ പോലെയാണ് നടന്നത്. അവന് നല്ല പേടി തോന്നിയിട്ടുണ്ടാവും. എന്നാലും ജാക്ക് നന്നായിട്ട് അഭിനയിച്ചു. അവിടെയുള്ള എല്ലാ പണക്കാരും ജാക്കും ഒരു പണക്കാരനാണെന്നും അവരുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരാളാണെന്നും കരുതി കാണും. പക്ഷെ എന്റെ അമ്മ അതൊക്കെ പൊളിച്ച് കൈ കൊടുത്തു. അമ്മ ജാക്കിനെ നാണം കെടുത്താനാണ് ശ്രമിച്ചത്. അപ്പോ ജാക്ക്, നീ 3rd ക്ലാസ്സിലല്ല താമസിക്കുന്നത്. ഈ കപ്പലിന്റെ ഏറ്റവും താഴെ, ടൈറ്റാനിക്കിലെ ഏറ്റവും താഴെ പോലും ഒരുപാട് സൗകര്യങ്ങളുണ്ടെന്ന് കേട്ടിരിക്കുന്നത് ശരിയാണോ? യെസ് മാം, ഞാൻ 3rd ക്ലാസ്സിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ഇതുവരെ കയറിയിട്ടുള്ള കപ്പലുകളെക്കാളും ഒരുപാട് മികച്ച സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒരൊറ്റ എലി പോലും അവിടെ ഇല്ല. അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു. മിസ്റ്റർ ജാക്ക് ഡോസൻ, ഇന്നലെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന റോസിനെ കപ്പലിൽ നിന്ന് വീഴുന്നതിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ അവനെ ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചതാണ്. കാൾഡൻ, നിങ്ങൾക്ക് ജാക്കിനെ പറ്റി വേറൊരു കാര്യം അറിയില്ല. ജാക്ക് നന്നായിട്ട് ചിത്രം വരയ്ക്കും. ജാക്ക് മുന്നേ വരച്ചിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അവൻ എനിക്ക് കാണിച്ചു തന്നു. ഇപ്പൊ ഒരുപാട് പടം വരക്കാരുണ്ട്. അതും ഒരു കഴിവാണ്, കുഴപ്പമൊന്നുമില്ല. റോസും മോളിയും കൂടി ഭക്ഷണം കഴിക്കുന്ന രീതികളെ പറ്റി ജാക്കിന് ആംഗ്യ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ കുറെ ഫോർക്കും കത്തികളും ടൗലും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇത് വെച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ജാക്കിന് ഒരു പിടിയില്ല. ജാക്ക് നമ്മളെയൊക്കെ പോലെ കൈ വെച്ച് തന്നെയാണ് എല്ലാം കഴിക്കാറ്. പക്ഷെ പണക്കാരുടെ രീതികൾ അങ്ങനെയല്ല. കത്തി കൊണ്ട് മുറിക്കണം, അത് കഴിഞ്ഞ് ഫോർക്ക് വെച്ച് കുത്തിയെടുത്ത് വായിലേക്ക് വെക്കണം. ഇങ്ങനെ പലതരം രീതികൾ. ഏത് ആദ്യം കഴിക്കണം, ഏത് ലാസ്റ്റ് കഴിക്കണം, ഇങ്ങനെ പല ചിട്ടകളും ഉണ്ട്. ഇതൊന്നും പാവം ജാക്കിന് അറിയില്ല. ആ സമയത്താണ് കാവിയാർ എന്ന് പറയുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വില കൂടിയ ഒരു ഫുഡ് ഐറ്റം ജാക്കിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതെന്താണ് സാധനമെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും ജാക്ക് അത് വേണ്ടെന്ന് പറയുന്നു. ഈ കാവിയാർ എന്ന് പറഞ്ഞ ശരിക്കും ഒരിനം മീനുകളുടെ മുട്ടയാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഫുഡ് ഐറ്റംസിൽ ഒന്നാണ് ഈ പറയുന്ന കാവിയാർ. അപ്പൊ ജാക്കിന്റെ വീടൊക്കെ എവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? മാം, ഞാൻ എവിടെ ചെല്ലുന്നു അതാണ് എന്റെ വീട്. ഉദാഹരണത്തിന് ഇന്നലെ എവിടെയോ കിടന്നുറങ്ങി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും വലിയ കപ്പലായിട്ടുള്ള ടൈറ്റാനിക്കിലാണ്. അതും നിങ്ങളുടെയൊക്കെ കൂടെ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാതെയുള്ള ജീവിതം നല്ലതാണെന്ന് ജാക്കിന് തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം, ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യാം, ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് ഉറങ്ങാം. ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വരച്ചു കിട്ടുന്ന പൈസ വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എനിക്ക് ആവശ്യമുള്ളതൊക്കെ എന്റെ കൂടെ തന്നെയുണ്ട്. എന്റെ ശരീരം, പിന്നെ ഇഷ്ടം പോലെ ശ്വാസം വലിക്കാനായിട്ട് എന്റെ ഈ ശ്വാസകോശം, പിന്നെ വരയ്ക്കാനായിട്ട് കയ്യിൽ കുറച്ച് പേപ്പറും പെൻസിലും. എനിക്കിതൊക്കെ മതി. ശരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്ന് നമ്മൾ ജീവനോടെ ഉണ്ട്, നാളെ നമ്മൾ ജീവനോടെ എണിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. റോസും മോളിയും ജാക്ക് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ കൂടെ അവിടെ ഇരുന്ന ബാക്കി പണക്കാരും ജാക്ക് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് കാളിന് ശരിക്കും ജാക്കിനോട് അസൂയ തോന്നി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി ഈ പണക്കാരൊക്കെ കൂടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് റോസ് ജാക്കിന് നേരത്തെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി അവരെല്ലാവരും കൂടി സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവിടെ വെച്ച് പരസ്പരം അങ്ങോട്ട് തള്ളി മറിക്കും. റോസ് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത്. പോകുന്ന വഴിക്ക് കാൾഡൻ ജാക്കിനെ നൈസ് ആയിട്ട് ഒന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ ജാക്ക്, നീ തിരിച്ച് താഴേക്ക് പോവല്ലേ? അല്ല, നിനക്ക് നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ഈ സംസാരിക്കാൻ പോകുന്നത് ബിസിനസിനെ പറ്റിയും രാഷ്ട്രീയത്തിനെ പറ്റിയും ഒക്കെയാണ്. അതൊന്നും നിനക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അങ്ങനെ പറഞ്ഞ് കാൾഡൻ പോയി. ജാക്കും താഴേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പൊ ശരി റോസ്, ഗുഡ് നൈറ്റ്. ജാക്ക്, നിനക്ക് ഇപ്പൊ തന്നെ പോകണോ? പിന്നെ പോവാതെ, എന്റെ സ്ഥലം 3rd ക്ലാസ്സിലല്ലേ, എനിക്ക് പോയാലേ പറ്റൂ. അവിടെ എന്റെ കൂട്ടുകാർ എന്നെയും കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ പറഞ്ഞ് ജാക്ക് വീണ്ടും റോസിന്റെ കയ്യിൽ കിസ് ചെയ്യുവാണ്. പക്ഷെ അവൻ റോസിന്റെ കയ്യിൽ ഒരു പേപ്പറും കൂടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ റോസിന്റെ അമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. റോസ് ആ പേപ്പർ തുറന്നു നോക്കിയപ്പോൾ അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വെറുതെ സമയം കളയണ്ട, ശരിക്കുള്ള പാർട്ടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ക്ലോക്കിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. റോസ് പെട്ടെന്ന് അവിടുത്തെ ക്ലോക്കിന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ജാക്ക് പറഞ്ഞ പോലെ തന്നെ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. ജാക്ക് റോസിന് 3rd ക്ലാസ്സിൽ നടക്കുന്ന പാർട്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അവിടെ ചെന്നപ്പോഴാണ് റോസിന് മനസ്സിലായത് ശരിക്കും ഇതാണ് പാർട്ടി. അവിടെ ഒരു നിയമങ്ങളും ഇല്ല. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. ഇഷ്ടമുള്ള പോലെ പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, കഴിക്കാം, കുടിക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് രീതികളില്ല. ആരും പൊങ്ങച്ചും പറയുന്നില്ല, പൈസയുടെ കണക്ക് പറയുന്നില്ല, ബിസിനസിനെ പറ്റിയും രാഷ്ട്രീയത്തിനെ പറ്റിയും സംസാരിക്കുന്നില്ല. വെറും പച്ചയായിട്ടുള്ള ജീവിതം. റോസ് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവൾക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ജാക്കിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഫാബ്രിസിയോയും ടോമിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തിലാണ്. ഇത് കഴിഞ്ഞ് ജാക്ക് റോസിനെ ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിക്കുവാണ്. അയ്യോ ജാക്ക്, എനിക്ക് ഈ സ്റ്റെപ്പ് ഒന്നും അറിയില്ല. അതിനിപ്പോ എല്ലാവർക്കും സ്റ്റെപ്പ് പറഞ്ഞിട്ടാണോ? അതാണ് മോളെ ഇവിടുത്തെ പ്രത്യേകത. നീ ഈ പാട്ട് കേട്ട് തോന്നുന്ന പോലെ തുള്ളിച്ചാടിയാൽ മതി. പ്രത്യേകിച്ച് സ്റ്റെപ്പ് ഒന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ ലോകം. അങ്ങനെ അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. റോസും മദ്യ മറന്ന് അങ്ങോട്ട് ഡാൻസ് ചെയ്യുവാണ്. രണ്ടുപേരും കൂടി അവിടെ ചെന്ന് തുള്ളിച്ചാടി അർമാദിച്ചു. റോസിന് അങ്ങോട്ട് ആവേശം കയറി. അവൾ ഇഷ്ടം പോലെ ബിയർ എടുത്ത് കുടിക്കാനും പുക വലിക്കാനും തുടങ്ങി. അത് കഴിഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആർക്കും പറ്റാത്തൊരു കാര്യം അവൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. പണ്ട് എന്നോ പഠിച്ച ഡാൻസ് ക്ലാസ്സിലെ ഒരു പ്രത്യേകതരം മൂവ്. രണ്ട് കാലിലെയും തള്ളവിരലിന്റെ അറ്റഭാഗം മാത്രം നിലത്ത് മുട്ടിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ മാലാകയെ പോലെ ഉയർന്നു നിൽക്കാൻ തുടങ്ങി. ഈ കാഴ്ച അവിടെയുള്ളവർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് അവിടെയുള്ള വേറെ ആർക്കും ചെയ്യാനും പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും റോസിന് വേണ്ടി കൈയടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് റോസിന് ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂടി ഒരുമിച്ച് വട്ടം ചേർന്ന് അങ്ങോട്ട് ഡാൻസ് കളിക്കുന്നു. ഇതാണ് ശരിക്കുള്ള സന്തോഷമെന്ന് റോസ് തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. പക്ഷെ അപ്പോഴാണ് 3rd ക്ലാസ്സിലേക്ക് റോസിനെ തെരഞ്ഞ് ലവ് ഒട്ടും ഇഷ്ടമല്ലാത്ത മിസ്റ്റർ ലവ്ജോയ് കയറി വരുന്നത്. ജാക്കും റോസും കൂടി ഇതാണ് പരിപാടിയെന്ന് അയാൾ പോയി മിസ്റ്റർ കാൾഡനോട് പറഞ്ഞിട്ടുണ്ടാവും. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ റോസും കാൾഡനും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാൾഡന്റെ മുഖം കണ്ടിട്ട് അയാൾ അത്രയ്ക്ക് സന്തോഷത്തിലല്ല. റോസിനോട് നല്ല ദേഷ്യമുള്ളത് പോലെയാണ് അയാൾ ഇങ്ങനെ നോക്കുന്നത്. റോസ്, ഇന്നലെ ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടി നിന്നെ തെരഞ്ഞു. പക്ഷെ നിന്നെ ഇവിടെ ഒന്നും കണ്ടില്ല. അത് ഞാൻ
ഇന്നലെ ഒരുപാട് ക്ഷീണിച്ചു പോയതുകൊണ്ട് അതുകൊണ്ടായിരിക്കും. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? ആ 3rd ക്ലാസ്സിലെ തെണ്ടികളുടെ കൂടെ നീ ഇന്നലെ കിടന്ന് ആടിയതും പാടിയതും ഒക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടായിരിക്കും നിനക്ക് ക്ഷീണം, ശരിയല്ലേ? ഓ, നിങ്ങൾ ലവ് ജോയ് എന്റെ പിന്നാലെ പറഞ്ഞു വിട്ടല്ലേ? അങ്ങനെയായിരിക്കും അറിഞ്ഞത്. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതിലല്ല കാര്യം. ഇനി നീ ഇങ്ങനെയൊന്നും ആവർത്തിക്കാൻ പാടില്ല, മനസ്സിലായോ? പക്ഷേ കാൾഡൻ, ഞാൻ എന്ത് ചെയ്യരുതെന്ന് പറയാൻ നിങ്ങൾ എന്റെ മുതലാളിയൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്, നിങ്ങളുടെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടി. ഓ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് നീ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, എനിക്കിത് പറയാനുള്ള അധികാരമുണ്ട്. എന്റെ ഭാര്യ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇനി മേലാ നീ ഇത് ആവർത്തിച്ച എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും, മനസ്സിലായോ റോസ്? ആദ്യമായിട്ടായിരിക്കും കാൾഡൻ റോസിനോട് ഇത്രയോ അധികം ദേഷ്യപ്പെടുന്നത്. റോസിനെ പേടിച്ചിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. അവൾ ആകെ കരഞ്ഞു വയ്യാതെയായി. റോസ് അന്ന് ഡ്രസ് ചെയ്യുന്ന സമയത്ത് അവളുടെ അമ്മ അങ്ങോട്ട് വന്ന് ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. റോസ്, നീ ഇനി ആ പയ്യനെ കാണരുത്, ഇതെന്റെ തീരുമാനമാണ്. അമ്മയ്ക്ക് എന്താ പ്രശ്നം? ഇങ്ങോട്ട് നോക്ക് റോസ്, എല്ലാവരുമായുള്ള ഈ ബന്ധം നമുക്ക് വളരെ അത്യാവശ്യമാണ്. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങേര് ബാക്കി വെച്ചിട്ട് പോയ കോടികളുടെ കടമല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ബാക്കിയില്ല. ആകെ കൂടിയുള്ളത് ഈ കുടുംബ പേര് മാത്രമാണ്. അതുകൊണ്ടാണ് കാൾഡൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. മാത്രമല്ല നീ നല്ല സുന്ദരിയാണ്. ഇതൊന്നും വെറുതെ ആക്കരുത് റോസ്. ഈ ബന്ധം നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. അമ്മയ്ക്ക് എന്നോട് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി എന്നെ വിൽക്കുവാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. നമ്മൾ ജനിച്ചു വളർന്ന വീടും നമ്മളുടെ സ്വത്തുക്കളും ഒക്കെ കടം കൊടുക്കാനുള്ളവർ വന്ന് കൊണ്ടുപോകുന്നത് നിനക്ക് കാണണോ? നിന്റെ അമ്മ കീറിയ ഡ്രസ് ഇട്ട് വല്ലവരുടെ അടുക്കളയിൽ പാത്രം കഴുകുന്നത് നിനക്ക് കാണണോ? അതാണ് മോളെ നിനക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. അമ്മ ഇത് ശരിയല്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്നെ നിർബന്ധിക്കുന്നു. ഇതെങ്ങനെ ശരിയാവും മോളെ? വേറെ വഴിയൊന്നുമില്ല. നമ്മൾ പെണ്ണുങ്ങളാണ്, നമ്മൾക്ക് അധികം ചോയ്സുകളൊന്നുമില്ല. ഉള്ളതിൽ ഏറ്റവും നല്ല ചോയ്സ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. എന്നാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. പൈസയുള്ള ആണുങ്ങളെ തിരഞ്ഞെടുത്താലേ നമ്മൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ. സ്നേഹത്തിന് വിലയില്ല, പണത്തിനാണ് വിലയുള്ളത്. നമ്മൾ പെണ്ണുങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും മോളെ. ഒന്നുകിൽ സർക്കാർ ജോലിക്കാരൻ, അല്ലെങ്കിൽ UK സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അതും അല്ലെങ്കിൽ മാസം ലക്ഷങ്ങൾ ശമ്പളമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇതിലേതെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റൂ. പിന്നെ ചെക്കന് സ്വന്തമായിട്ട് വീടുണ്ടോ, പഠിപ്പുണ്ടോ, അച്ഛനും അമ്മയ്ക്കും വയസ്സായോ, പെങ്ങളെ കെട്ടിച്ചയച്ചതാണോ, ഈ സ്വത്തൊക്കെ അവന്റെ പേരിലാണോ വരാൻ പോകുന്നത്, ബുള്ളറ്റ് ഉണ്ടോ, കാറുണ്ടോ, ഇതൊക്കെ നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെക്കന് കളറുണ്ടോ, മുടിയുണ്ടോ, താടിയുണ്ടോ, 6 അടി ഹൈറ്റ് ഉണ്ടോ, നല്ല ബോഡി ഉണ്ടോ, ഇതൊക്കെ നോക്കണം. പക്ഷെ ആ ചെക്കനങ്ങ് നിനക്ക് കളറില്ലാന്നോ, നിനക്ക് മുടി കുറവാണെന്നോ, നിനക്ക് തടി കൂടുതലാണെന്നോ മറ്റോ പറഞ്ഞാൽ അവനെ വെറുതെ വിടരുത്. അത് ബോഡി ഷേമിംഗ് ആണ്. പിന്നെ സർക്കാർ ജോലിക്കാരനാണെങ്കിൽ അയാൾ തട്ടിപ്പോയാൽ നിനക്ക് ജോലി കിട്ടുമോളെ. പണക്കാരനായിട്ടുള്ള ആളെങ്ങാനും ആണെങ്കിൽ നീ ഡിവോഴ്സ് ആവുന്ന സമയത്ത് അവന്റെ പകുതി സ്വത്തും മേടിച്ചെടുക്കാതെ ഈ വീട്ടിലേക്ക് വന്നാൽ ഞാൻ കേട്ടില്ല. പക്ഷെ മോളെ ഒരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീധനം തെറ്റാണ്. സ്ത്രീധനം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പക്ഷെ മോളെ, എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്ത്രീധനം മേടിച്ചിട്ട് അവനെ കെട്ടിക്കൂ. അത് വേറെ കാര്യം മോളെ. ഇനി ഞാൻ ഒരു സത്യം പറഞ്ഞു തരട്ടെ. പെണ്ണു വീട്ടുകാർക്ക് എപ്പോ തൊട്ടാ സ്ത്രീധനം പ്രശ്നമായി തുടങ്ങിയെന്ന് അറിയോ? അത് സ്ത്രീധനം ചോദിക്കുന്നതുകൊണ്ടല്ല അവർ പ്രശ്നമാക്കുന്നത്, അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത സ്ത്രീധനം ചോദിക്കുന്നതുകൊണ്ടാണ്. ചെറിയ വല്ല പൈസയാണ് ചോദിച്ചിരുന്നെങ്കിൽ അത് അവരെപ്പോഴും എണ്ണി കൊടുത്ത് നല്ല ചെക്കന്മാരെ കുത്തിയെടുത്തേനെ. അല്ലെങ്കിൽ തന്നെ നീ ആലോചിച്ച് നോക്ക്, എല്ലാ പെണ്ണുവീട്ടുകാരും ടോപ്പ് ലെവലുള്ള ചെക്കന്മാരെ മാത്രം നോക്കാൻ തുടങ്ങുമ്പോൾ ആ ചെക്കന്മാർക്ക് എന്തായാലും ഡിമാൻഡ് കൂടും. അവരുടെ പിന്നാലെ നിന്റെ അതേ സൗന്ദര്യവും നിന്റെ എല്ലാ ക്വാളിറ്റിയും ഉള്ള വേറെ കുറെ പെണ്ണുങ്ങളുണ്ടാവും, കുറെ പെണ്ണുവീട്ടുകാരും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് ആ ചെക്കൻ ആരെ സെലക്ട് ചെയ്യും? ചിലപ്പോൾ കൂടുതൽ പൈസ തരാൻ റെഡി ആവുന്നവരായിരിക്കും അവൻ സെലക്ട് ചെയ്യുന്നത്. ഇത് പെണ്ണുവീട്ടുകാർ മനസ്സിലാക്കുന്നില്ല മോളെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സത്യം പറഞ്ഞ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ സ്ത്രീധനം തെറ്റായി പോയത് കൊണ്ടല്ല മോളെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. സ്ത്രീധനം അവർക്ക് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ ചോദിച്ചുകൊണ്ടാണ് അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ മോളെ, ജോലിയുള്ള ആണുങ്ങൾ ജോലി ഇല്ലാത്ത പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ റെഡി ആവാറുണ്ട്. പക്ഷെ നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നീ ജോലി ഇല്ലാത്ത ആണുങ്ങളെ കല്യാണം കഴിക്കരുത്. നിന്നേക്കാളും നല്ല ജോലിയും നല്ല ശമ്പളം ഉള്ളവരത്തിന് മാത്രം നീ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമൊക്കെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ സീൻ ചേഞ്ച് വന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ കപ്പലിന്റെ ആർക്കിടെക്ട് ആയിട്ടുള്ള മിസ്റ്റർ ആൻഡ്രൂസിന് കൂടെ സംസാരിച്ചു കൊണ്ടുപോകുന്ന റോസിനെയാണ്. റോസിന് ഒരു സംശയം, മിസ്റ്റർ ആൻഡ്രൂസ്, ഈ കപ്പലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതിലെ എല്ലാ യാത്രക്കാർക്കും രക്ഷപ്പെടാനായിട്ടുള്ള ലൈഫ് ബോട്ടുകൾ ഇവിടെ കാണാനില്ലല്ലോ. റോസ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. റോസ് പറഞ്ഞത് ശരിയാണ്. ഈ കപ്പലിലെ പകുതി പേർക്ക് രക്ഷപ്പെടാനുള്ള ലൈഫ് ബോട്ടുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഇവരോട് അപ്പോഴേ പറഞ്ഞതാ, എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള അത്രയ്ക്ക് ലൈഫ് ബോട്ടുകൾ നമ്മൾ കൊണ്ടുപോകണമെന്ന്. പക്ഷെ അവരൊക്കെ പറഞ്ഞത് അത്രയും ലൈഫ് ബോട്ടുകൾ എടുത്ത് വെച്ചാൽ ഈ കപ്പലിന്റെ ഭംഗി പോകുമെന്ന്. ഞാൻ പറയുന്നതിന് ആരും വില തന്നില്ല. അപ്പൊ പിന്നെ ഞാനും ഒന്നും പറയാൻ പോയില്ല. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ആളുകളുടെ ജീവനേക്കാളും വലുത് ഈ കപ്പലിന്റെ ഭംഗിയാണെന്നാണ്. എന്താ ചെയ്യുക? ഈ സമയത്ത് ക്യാപ്റ്റൻ സ്മിത്തിന്റെ അടുത്തേക്ക് ആ കപ്പലിലെ ഒരു ഓഫീസർ ഓടി വരുന്നുണ്ട്. ഈ കപ്പൽ പോകുന്ന വഴിക്ക് ഒരു ഐസ്ബർഗ് അല്ലെങ്കിൽ ഒരു മഞ്ഞമല ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ കാര്യമാണ് ആ ഓഫീസർ വന്ന് പറയുന്നത്. പക്ഷെ മിസ്റ്റർ സ്മിത്തിന് ഒരു കുലുക്കവുമില്ല. ഇതൊക്കെ താൻ എത്ര കണ്ടെന്നുള്ള ഭാവത്തിലാണ് അങ്ങേര് നിൽക്കുന്നത്. നിങ്ങളാരും പേടിക്കണ്ട, ഇതൊക്കെ എല്ലാ കൊല്ലവും കപ്പലോടിക്കുമ്പോൾ ഉണ്ടാവാറുള്ളതാണ്. എല്ലാ കൊല്ലവും ഇതുപോലെ മഞ്ഞമലയുണ്ടെന്ന് അറിയിപ്പ് കിട്ടും. പക്ഷെ പേടിക്കാനൊന്നുമില്ല. നമ്മളിപ്പോ മാക്സിമം വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഇനിയും വേഗം കൂട്ടിയാലും ഒരു കുഴപ്പമില്ല. മഞ്ഞമലയെ പേടിക്കേണ്ട ആവശ്യമില്ല.